സുഹൃത്തുക്കളെ, നമ്മളിന്ന് രാമായണ കഥാമാതിരി 8ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അമ്മയുടെ ആ ഒരു മഹാകാരുണ്യം, പ്രകൃതി പ്രതികൂലമായിട്ടും നമുക്കൊക്കെ ഇവിടെ വന്ന് അമ്മയുടെ മടിത്തട്ടിൽ ഇങ്ങനെ വന്നിരിക്കുവാനും ഈ രാമായണം കേൾക്കുവാനും ഒക്കെയുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചത് ആ മഹാമായി ആദിപരാശക്തിയായിട്ടുള്ള അമ്മയുടെ കഴിവ് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്, സ്നേഹവും വാത്സല്യം കൊണ്ടാണ് ആ അമ്മയുടെ കൃപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്കിന്ന് രാമായണത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ കേട്ടത് രാമന്റെ യാത്ര തുടങ്ങി. രാമായണം എന്ന് പറയുന്നത് തന്നെ രാമന്റെ യാത്രയാണ്, അയനമാണ്. രാമനാകുന്ന ആ ഒരു ഈശ്വരൻ മനുഷ്യാവതാരം എടുത്തു വന്നപ്പോഴുള്ള യാത്ര തുടങ്ങി. ഇത്രയും നാൾ നമ്മൾ ബാലകാണ്ഡത്തിൽ, അയോധ്യാകാണ്ഡത്തിൽ ഇതുവരെ കണ്ടത് കൊട്ടാരം വരെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവൻ രാമൻ കൊട്ടാരത്തിൽ നിന്ന് തന്റെ യാത്ര തുടങ്ങിയിരുന്നു. അങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ ഗുഹനെ കാണുന്നു. ഗുഹനുമായിട്ട് നിഷാദ രാജാവായിട്ടുള്ള ഒരു കാട്ടാള രാജനായിട്ടുള്ള അല്ലെ, അത്രമാത്രം സമൂഹത്തിൽ താഴ്ന്ന ഒരാളാണ്. പക്ഷെ ശ്രീരാമന് അയാൾ എങ്ങനെയായിരുന്നു? അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് അതാണ്. ശ്രീരാമന്റെ ദേവന്, അയോധ്യയുടെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിന്ന ആ ശ്രീരാമന്റെ ദേവന് ആ നിഷാദൻ എങ്ങനെയായിരുന്നു? ആ നിഷാദന്റെ ഉള്ളിൽ ശ്രീരാമേന്ദ്രനുള്ള ഭക്തി എന്തായിരുന്നു? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയില് തോണിയിൽ അവിടെ എത്തിക്കുന്നു. തീർച്ചയായിട്ടും അക്കരെ പോകണം എന്നുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഗുഹന് പറയുന്നത്, തന്റെ രാജ്യമെന്ന് പറയുന്നത് അങ്ങയുടേതാണ്, അതുകൊണ്ട് തന്നെ അങ്ങ് ഇതിനെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ താനിപ്പോ വലിയൊരു ഉത്തരവാദിത്വമായിട്ട് 14 വർഷം കാനനവാസവുമായിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ മറ്റെങ്കിലും താമസിക്കുകയില്ല, ഒരു നഗരത്തിലും ഗ്രാമത്തിലും താമസിക്കുകയില്ല, മറ്റു ഭക്ഷണങ്ങളൊന്നും രുചിക്കുകയില്ല, കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം എന്നൊക്കെ പറഞ്ഞ് തന്റെ ആ സത്യപ്രതിജ്ഞ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് പോകുമെന്ന്
നാരദ മഹർഷിക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം നാരദ മഹർഷിയെ തന്റെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞയച്ചത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോ തോണിയും കൊണ്ടുവന്നു. തോണി അക്കരയ്ക്ക് പോകാനായിട്ട് ഈ ഗുഹൻ തോണി കൊണ്ടുവന്നു. തോണി കൊണ്ടുവരുന്ന വേളയിൽ സീതാദേവിയെ കൈപിടിച്ച് തോണിയിൽ കയറ്റി ശ്രീരാമചന്ദ്രദേവൻ. അതിനുശേഷം ഗുഹന്റെ കൈപിടിച്ച് ശ്രീരാമചന്ദ്രദേവൻ തോണിയിൽ കയറി. അങ്ങനെ ആയുധങ്ങളെല്ലാം എന്താ വലിയ അമ്പൊക്കെ ഉണ്ട്, അതെല്ലാമായിട്ട് ലക്ഷ്മണസ്വാമിയും തോണിയിൽ കയറി. അങ്ങനെയുള്ള യാത്ര പോവുകയാണ്. യാത്രയിൽ എപ്പോഴും നമുക്ക് വേണ്ടത് ആ അമ്മയുടെ അനുഗ്രഹമാണ് ഉണ്ടാവേണ്ടത്. വീട്ടിൽ നിന്ന് രാമൻ ഇറങ്ങുന്ന നേരത്ത് സർവ്വദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൗസല്യാദേവി എന്റെ രാമൻ അവിടെ നടക്കുന്ന നേരത്തും ഇരിക്കുന്ന നേരത്തും മതികെട്ട് ഉറങ്ങുന്ന നേരത്തും എല്ലാം വനദേവതകളെ സർവ്വദേവതകളെ എല്ലാ ദേവതകളെയും വിളിച്ച് അമ്മ പ്രാർത്ഥിച്ചു. അതേപോലെ ഇവിടെ ആ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ സീതാദേവിയുടെ പ്രാർത്ഥനയാണ്. ഗംഗയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സുന്ദരിയായിട്ടുള്ള സീത പറയാണ്, ഗംഗേ ഭഗവതി ദേവി നമസ്തുതേ സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി കൈമവതി നമസ്തേ നമോ മന്ദാരിണി ദേവി ഗംഗേ നമസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങും വന്നാൽ പൂജകൾ നൽകുവാൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ വല്ലഭേ ഗംഗേ നമോസ്തുതേ. ആ എന്താ പറയുക, ചന്ദ്രകലാധരൻ എന്ന് പറയുന്ന പോലെ ഗംഗാധരനുമാണ്, ചന്ദ്രകലാധരനുമാണ് ഭഗവാൻ പരമേശ്വരൻ. അതോടൊപ്പം തന്നെ ഗംഗാധരനുമാണ്. അങ്ങനെയുള്ള ആ ഗംഗയെ ഭഗവാൻ അവിടെ ആ ശിരസിലറിയിച്ചത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അവിടെ വിളിക്കുന്നത് സുന്ദരി. ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി, ശംഭുവിന്റെ മൗലിയിൽ ആ കിരീടം പോലെ ശോഭിക്കുന്ന എന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും എല്ലാ പൂജകളും ചെയ്യാം. ഇപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കല സത്വരം പാരബലംഘരിച്ചിടിനാൽ തോണിയിൽ നിന്ന് താഴത്തിറങ്ങിയുടെ താഴെ തൊഴുതപേക്ഷിച്ചാൽ മനോഹരം. അക്കരെ എത്തി. അപ്പോഴേക്ക് ഗുഹൻ തന്റെ ആവശ്യം, തന്റെ ആഗ്രഹം പറഞ്ഞു ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, നേരത്തെ രാജ്യം അങ്ങ് എടുത്തുകൊള്ളൂ, ഇവിടെ അടിയനായി ഞാൻ ഇവിടെ കഴിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ അതിൽ നിന്നൊക്കെ പിൻവാങ്ങി അനുഗ്രഹിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത്. ഇപ്പോ അക്കരെ എത്തുന്ന വേളയില് ഗുഹൻ തന്നെ തുടഞ്ഞുകൊണ്ടാണ് അക്കരെ എത്തിക്കുന്നത്. നോക്കണം. അപ്പൊ ആ ഒരു ഭക്തി, ആ ഒരു പ്രാർത്ഥന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെ ഇറങ്ങിയിട്ട് ഗുഹൻ പറയുകയാണ്, കൂടെ വിടകൊള്ളുന്നതിനടിയെന്നും ഒരാളൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലായി ജഗതീപതി. ഈ ജഗത്തിൽ മുഴുവൻ ആധാരവും ജഗത്തായതും ഭവാൻ എല്ലാമായത് നീ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ജഗത്തിന്റെ ആശ്രയവും നീയാണ്, ജഗത്തായതും നീയാണ്, എല്ലാം നീ തന്നെ. ആ ജഗന്മയനായിട്ടുള്ള ആ ഭഗവാനെ വിളിച്ചിട്ട് പറയുകയാണ്, എന്നെ കൂടെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. നേരത്തെ രാജ്യം കൊടുക്കാൻ പോയപ്പോ തയ്യാറല്ല. ഇപ്പൊ പറയുന്നത് മനസ്സിലേക്ക് കൂടെ യാത്രയിൽ എന്നെയും ഉൾക്കൊള്ളിക്കണം, ഞാനും വരുന്നു എന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവസാനത്തെ പിടിവള്ളി അല്ലേ എല്ലാവരും പറയുന്നത്, കൗസല്യാദേവി പറഞ്ഞതുപോലെ, ലക്ഷ്മണൻ പറഞ്ഞതുപോലെ, എല്ലാവരും പറഞ്ഞതുപോലെ ഈ ഗുഹൻ പറയുകയാണ്. അതെന്തായിരിക്കും ആ വാക്ക്? പ്രാണങ്ങളെ കളഞ്ഞിടുവെന്നല്ലായി ജഗതീപത. ഞാൻ എന്റെ ജീവൻ വെടിയുമെന്നാണ് പറയുന്നത്. കാരണം ശ്രീരാമചന്ദ്രദേവനോടുള്ള ഉത്കടമായ തീവ്രമായ ആ ഒരു ഭക്തിയുണ്ട്, പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഏണാങ്ക ബിംബാനൻ, ആ ചന്ദ്രന്റെ മുഖം പോലെ അത്രമാത്രം തെളിഞ്ഞ സുന്ദരമായിട്ടുള്ള മുഖത്തോടു കൂടിയവനെ എന്നാണ് വിളിക്കുന്നത്. നൈഷാദ വാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേണയാകവനേവം അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരിവിൽ ഞാൻ പെട്ടെന്ന് 14 വർഷം ഇപ്പൊ ഒന്ന് കടന്നു പോകും. തീർച്ചയായിട്ടും സത്യമാണ്. 14 വർഷം കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി ഇവിടേക്ക് വരും എന്ന് പറയുകയാണ്. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടുങ്ങി സത്യവിരോധം രാമഭാഷിതം. രാമന് മാത്രം പറയാൻ പറ്റുന്ന വാക്ക് എന്താണ്? സത്യം വിരോധം. സത്യവിരോധം വരില്ല. രാമൻ പറയുന്ന വാക്കിന് ഞാൻ പറയുന്ന വാക്ക് രണ്ടാവില്ല, തെറ്റാവില്ല, അത് സത്യം തന്നെയായിരിക്കും എന്ന് രാമൻ ഓർമ്മിക്കുകയാണ്. ഇത്തരം ഓരോ വിധമരുളി ചെയ്തു ചിത്തമോദേനകാശേഷവും ചെയ്ത് ഭക്തനെ പോകുന്ന യേശു ലഘുത്തമൻ പത്യാ നമസ്കരി ചഞ്ചലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ചു വരുന്ന. പിന്നെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം താൻ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ എന്നുള്ള കാര്യം അറിയാം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ ഗുഹൻ അതൊക്കെ എന്താ പറയുക, നല്ല ഉൾക്കാഴ്ചയോടുകൂടി തന്നെ, നല്ല വീക്ഷണത്തോടുകൂടി തന്നെ അതൊക്കെ മനസ്സിലാക്കുക. അതിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പൊ പോയി കഴിഞ്ഞാൽ താൻ അതിന് ഇടയിൽപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നടക്കില്ല. അത്
മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗുഹൻ തന്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരികെ പോയി. പിന്നീട് നമ്മൾ കാണുന്നത്, അപ്പൊ ആദ്യം നമ്മൾ കണ്ടത് രാമന്റെ യാത്രയിൽ ആദ്യമായി കണ്ടത് ഈ നൈഷധ രാജാവ് അല്ലെങ്കിൽ കാട്ടാളൻ ഗുഹനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ആദ്യം കാണുന്നത്. രണ്ടാമത് ഭരദ്വാജ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുക. ഭരദ്വാജൻ എന്ന് പറയുന്നത് വാൽമീകി മഹർഷിയുടെ ഒരു ശിഷ്യനാണ്. അപ്പൊ ആദ്യം ഭരദ്വാജനെ കണ്ടിട്ടാണ് പിന്നീട് വാൽമീകി ആശ്രമത്തിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥിവൻ അധ്യാതി നിത്യ കർമ്മം ചെയ്തു ചെന്നും ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൻ ചിത്തമോദത്തോടിരുന്നോരു നേരത്ത് തത്ര കാണായി ഇതൊരു വടു തന്നെയും. അങ്ങനെ പിന്നീട് പ്രവേശിക്കുന്നത് ഭരദ്വാജ ആശ്രമത്തിന്റെ തപോവൻ എന്നൊക്കെ പറയുമ്പോൾ കുറെ സ്ഥലമുണ്ടാവും. അതിന് നഗരം ചിലപ്പോൾ ആശ്രമം, അതിന് ചുറ്റുപാട്, അതിന്റെ അങ്കണം ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പൊ അവിടെ പ്രവേശിക്കുന്ന ആശ്രമത്തിൽ എത്തിയെന്നല്ല, അതിന്റെ ആ തപോവനത്തിന്റെ എവിടെയും അങ്കണത്തിൽ എവിടെയെങ്കിലും ആ പ്രദേശത്ത് എത്തിയെന്നുള്ളത്. അങ്ങനെ എത്തിയപ്പോൾ ഒരു വടുവിനെ കണ്ടു, ഒരു ബ്രഹ്മചാരിയെ കണ്ടു. രാമലക്ഷ്മണന്മാർ പോകുമ്പോ സുഗ്രീവന്റെ അടുക്കലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു വടുവിനെ കണ്ടു എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ ശരിക്കും ഭരദ്വാജ ആശ്രമത്തിലേക്ക് പോകുമ്പോൾ ഭരദ്വാജന്റെ ശിഷ്യനായിട്ടുള്ള ഒരു ബ്രഹ്മചാരിയാണ് ശ്രീരാമചന്ദ്രദേവനും ലക്ഷ്മണസ്വാമിയും ഒക്കെ കാണുന്നത്. അവരോട് പറഞ്ഞു, ശ്രീരാമൻ തന്നെ പറഞ്ഞു, എന്താ ഇങ്ങനെ ദശരഥപുത്രനായിട്ടുള്ള രാമൻ സഹോദരനായ ലക്ഷ്മണൻ അതോടൊപ്പം തന്നെ സീതാദേവിയുമൊപ്പം ഇവിടെ ആശ്രമ പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അദ്ദേഹം ഈ വടു, അതായത് ഭരദ്വാജന്റെ ശിഷ്യനായിട്ടുള്ള ബ്രഹ്മചാരി ഓടിച്ചെന്ന് അദ്ദേഹത്തിനോട് പറയുന്നു, ഗുരുവിനോട് പറയുന്നു. അങ്ങനെ അദ്ദേഹം വന്ന് സ്വീകരിക്കുന്നതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. രാമൻ ദശരഥനന്ദനുണ്ടതൻ ഭാമിനിയോട് മനുഷ്യനോടും വന്നു പാർത്തിരിക്കുന്നു ഉടജാതിയെ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസ ശ്രേഷ്ഠനോട് ബ്രഹ്മചാരി എന്ന ആഭോഗ സന്തോഷമോടും ചൊല്ലിയിടാൻ ആശ്രമോപാന്തി ദശരഥപുത്രനുണ്ട് ആശ്രിത വത്സല പാർത്തിരിഞ്ഞിടുന്നു ഭരദ്വാജരിത്തം സമുദ്രായ അസ്തേ സമാതായ സാധ്യഭാഗ്യാദി ഗത്വായ ഗൗതമ സന്നിധോ സത്വരം പൂജയിത്വാ സകലക്ഷണം. ഇത് അതിനോട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഭരദ്വാജ മഹർഷി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട്, രാമനെ സ്വീകരിക്കാനായിട്ട് വന്നു. രാമനെ ശ്രേഷ്ഠരായിട്ടുള്ളവർ നമ്മുടെ അടുക്കലേക്ക് എത്തുകയാണെങ്കിൽ അവരെ വരും, ഒരു വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞ് സ്വീകരിക്കില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ആചാര മര്യാദകളുണ്ട്. അവരുടെ കാല് കഴുകണം, അല്ലെ? നമ്മൾ പുറത്ത് എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ട് വീട്ടിലെത്തുകയാണെങ്കിൽ തന്നെ പണ്ടുള്ളവർ ചെയ്യുന്നത് കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറുക. ഇതിപ്പോ നമ്മൾ ചെരുപ്പിട്ട് വീടിനുള്ളിൽ കയറുന്നതിന് കാല് കഴുകേണ്ട ആവശ്യമില്ല. മുമ്പ് അതിനുള്ള കിണ്ടിയിലെങ്കിലും വെള്ളം എടുത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ കാല് കഴുകി ആര് വന്നാലും അവർക്ക് കാല് കഴുകാനുള്ള സൗകര്യം ചെയ്തുകൊള്ളു. അങ്ങനെ അന്യവാദിയാണ്. പാദ്യം എന്ന് പറയുമ്പോൾ കാല് കഴുകാനുള്ളത്, കൈ കഴുകാനുള്ളത്. അവർക്ക് പിന്നീട് ഇരിപ്പിടം കൊടുക്കുക, അവർക്ക് വന്നാൽ തന്നെ ജലം കൊടുക്കുക. നടന്ന് ക്ഷീണിച്ചോ യാത്ര ചെയ്ത് ക്ഷീണിച്ചായിരിക്കും ആദ്യം ജലം കൊടുക്കുക, പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വിശ്രമിക്കാനുള്ള. അതുകൊണ്ടാണ് അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ എന്ന് പറഞ്ഞതുപോലെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ അതിഥിയെ ആചാര്യനായി ഈശ്വരനായി തന്നെ കണ്ടിരുന്ന ഒരു സങ്കല്പത്തിലായിരുന്നു നമ്മുടെ സമൂഹം ജീവിച്ചിരുന്നത്. ഇവിടെ ഭരദ്വാജ മഹർഷിക്ക് അറിയാം. ഭരദ്വാജൻ അതുകൊണ്ട് ഓടി വരുന്നു, സ്വീകരിക്കുന്നു, വേണ്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുകയാണ്. ഭരദ്വാജപാദങ്ങൾ ആശു വണങ്ങിനാൻ ഭാര്യാനിധാനിതം. അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? ശ്രീരാമൻ, ഞാൻ ശ്രീരാമനാ, ഞാൻ ആരാ? മഹാവിഷ്ണുവാ എന്നുള്ള ഭാവമൊന്നും കാണിച്ചില്ല. ആ മഹർഷിയുടെ മുന്നിൽ തന്റെ സഹോദരനോടൊപ്പം തന്റെ പത്നിയോടൊപ്പം അദ്ദേഹവും ശ്രീരാമചന്ദ്രദേവനും ആ ഭരദ്വാജ മഹർഷിയെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ വണങ്ങി. ആശീർവചനപൂർവം മുനിവങ്കവൻ ആശയാനന്ദമിയന്നരുളി ചെയ്തു പാദരജസ പവിത്രമാക്കിയിടു നീ വേദാത്മകമമ പർണശാലാമിമാം. വേദാത്മക, വേദത്തിന്റെ സ്വരൂപമായിട്ടുള്ളവരെ നീ ഇന്ന് ആ പാദരേണികൾ കൊണ്ട്, പാദത്തിൽ പറ്റിയ ആ പൊടികളുണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ ആശ്രമത്തെ ഇന്ന് വിശുദ്ധമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുക എന്നുള്ള പ്രാർത്ഥനയാണ് ശരിക്കും ഭരദ്വാജന്. എത്ര ശ്രേഷ്ഠനായിട്ടുള്ള വംശിയാണ് ഭരദ്വാജൻ. ആ ഭരദ്വാജൻ അപ്പൊ പറയുന്നത് എന്താ പറയുന്നത്? ആ പാദരേണുകൾ കൊണ്ട് എന്റെ ആശ്രമത്തെ വിശുദ്ധമാക്കണേ എന്നുള്ള വരികളാണ്. പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു എന്നോട് സംഘമുണ്ടാക കാരണം ഇന്ന് വന്നു തപസാഫല്യമൊക്കെ നീയുമായിട്ടുള്ള, അതായത് രാമനോട് പറയുകയാണ്, രാമനെ ഭജിച്ചതുകൊണ്ടാണ്, രാമനെ സ്മരിച്ചതുകൊണ്ടാണ് എന്ത് ഈ തപശക്തി എനിക്ക്. തപോധനൻ എന്ന് പറയുമ്പോൾ തപസ്സിന്റെ ശക്തി ധനമായിട്ടുള്ള, മറ്റൊന്നും അവർക്ക് ധനമില്ല. അവരുടെ ധനം എന്ന് പറയുന്നത് തപസ്സിലൂടെ ആർജിച്ച ഒരു ആത്മീയതയുണ്ട്, ആത്മീയ ശക്തിയുണ്ട്. അതാണ് ഇവിടെ പറയുകയാണ്, അങ്ങയുമായിട്ടുള്ള ബന്ധം, ബന്ധം കൊണ്ടാണ് എനിക്ക് തപോ ഫലം അല്ലെങ്കിൽ തപോ ബലം എല്ലാം കിട്ടിയതെന്ന് പറയുകയാണ്. ജ്ഞാതം മയാ തപോതന്തം രഘുവതേ ഭൂതമാഘാനികം ഭാഗയുണാദിതേ. നിന്റെ ഇന്നലെ, ഇന്ന്, നാളെ
ഭൂതം, ഭാവി, വർത്തമാനം അല്ലെ പറയാറില്ല. കൈനോട്ടക്കാർ ഭൂതം, ഭാവി, വർത്തമാനം പറയാം എന്ന് പറയുന്നത് പോലല്ല. ഭരതാജൻ പറയുകയാണ്, എല്ലാം എനിക്കറിയാം. ഇന്നലെ എന്തായിരുന്നു, നിന്റെ ഇന്നലെ എന്തായിരുന്നു, രാമനോട് പറയാ ഇന്നലെ എന്തായിരുന്നു, ഇന്നിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത്, നാളെ എന്ത് നടക്കും, അതെല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്ങനെ? അങ്ങയെ തന്നെ ധ്യാനിച്ചതാ നോക്കേണ്ടത്. എങ്ങനെ അറിയാൻ പറ്റും? അങ്ങയെ തന്നെ ധ്യാനിച്ച് കിട്ടിയാൽ അപശക്തി കൊണ്ട് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെയോ, ഞാൻ അറിഞ്ഞേ പരമാത്മാ ഭവാൻ കാര്യമാനുഷ്യനായത് മായയാ മായയായിട്ടല്ല, ആ മായാശക്തിയാലാണ് അല്ലെ ഇവിടേക്ക് വന്നത്. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞു. ബ്രഹ്മണ പണ്ട് സംപ്രാപ്തിതനാകിയാൽ ജന്മമുണ്ടായത് യാതൊന്നിനെന്നതും കാനന വാസാവകാശമുണ്ടായത് ഞാൻ അറിഞ്ഞിടിനെ ഇന്നതിൽ നിന്നോട്. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു അല്ലെ, ഗോരൂപത്തില് ഭൂമിയിലേക്ക് വന്നപ്പോഴേക്ക് ബ്രഹ്മാവ് ഭഗവാന്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ട് ആ പുരുഷ സൂക്തമൊക്കെ ചൊല്ലി അല്ലെ, സഹസ്ര ശീർഷ സഹസ്രാക്ഷ സഹസ്രപാദെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചൊല്ലി. ആ സമയത്താണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റാർക്കുമല്ല, ബ്രഹ്മാവിന്റെ മുന്നിൽ മാത്രം. ബ്രഹ്മാവാണ് പിന്നീട് ദേവൻ മറ്റു ദേവന്മാരോടെല്ലാം പറഞ്ഞു. അവർക്കാർക്ക് കാണാൻ പറ്റില്ല, ഭഗവാനെ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. അതിന് കുറെ തപസ്സും ശക്തിയൊക്കെ വേണം. അപ്പോ ഇവിടെ പറയുക, ഞാൻ അതെല്ലാം അറിഞ്ഞിരിക്കുന്നു, ഒന്നും എനിക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, ഇതിനെ കുറിച്ചുള്ളതെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ തപസ്വികളുടെ പ്രത്യേകത അവരിതെല്ലാം അറിയുന്ന, ത്രികാലങ്ങളെ അറിയുന്നവരാണ് അവരുള്ളതാണ്. ജ്ഞാനമൂർത്തെ സകലത്തെയും കണ്ടു ഞാൻ എന്തിനും ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധിയാതനായകം ശ്രീപതിരാഗരൻ വന്ദിച്ചു സാദരം താപസ ശ്രദ്ധനോടേവം മനുഷ്യൻ. നീ ആരാ നമ്മളെങ്ങനെയാണെങ്കിൽ കസേര വരാ 25 കസേര വേണ്ടി നമുക്ക്, കാരണം അത്രയും നമ്മളങ്ങ് ഉയരത്തിൽ പോകുമായിരുന്നു അല്ലെ. ഇവിടെ രാമൻ ഇതെല്ലാം കേട്ടിട്ട് എന്താ ചെയ്യുന്നറിയോ? പറഞ്ഞതെന്താണെന്നറിയോ? ശത്രുബന്ധുക്കളായുള്ളവർ ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണം. ഇതെല്ലാം കേട്ടിട്ട് ആ രാമൻ പറയാണ്, ശത്രുബന്ധുക്കളായ ക്ഷത്രിയനാണല്ലോ, ക്ഷത്രിയകുലക്കാരാണല്ലോ, അങ്ങനെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യണം? താപസൻ എന്ന് പറയുമ്പോൾ അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങ് എന്ത് ചെയ്യണം? ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ തനിച്ചല്ലല്ലോ, രാമൻ മാത്രമല്ല, ലക്ഷ്മണസ്വാമിയുണ്ട്, സീതാദേവിയുണ്ട്. അപ്പൊ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അപേക്ഷ സ്വരത്തിലാണ് അദ്ദേഹം പറയുന്നത്. വിത്തമന്യോന്യമാഭാഷണവും ചെയ്ത് തത്ര കഴിഞ്ഞതോ രാത്രി മുനിയമ്മൻ അവിടെ കഴിഞ്ഞ് പിന്നീട് വാത്മീകി ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഈ വാത്മീകി ആശ്രമത്തിലേക്ക് വരുമ്പോഴും ഇതുപോലെ എന്താണ്, വാത്മീകി അറിയാം, വാത്മീകി മഹർഷി അറിഞ്ഞാൽ ഉടൻ തന്നെ അവിടേക്ക് ഓടിയെത്തുകയാണ്. ഉത്തമ വൃക്ഷലതാപരിശോഭിതം നിത്യ കുസുമ ഫലധര സംഗീതം. അവിടുത്തെ പ്രത്യേകത, ഈ ആശ്രമങ്ങളുടെ പ്രത്യേകത, അവിടെ സച്ചിന്തകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഈശ്വര ധ്യാനം മാത്രമേ ഉള്ളൂ. അവനെ കൊല്ലണം, ഇവനെ ഇകട്ടണം, ഇങ്ങനെയുള്ള യാതൊരു ചിന്തയില്ല. അപ്പൊ ഈശ്വരീയമായ ധ്യാനവും അതോടൊപ്പം തന്നെ സച്ചിന്തകളും നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ അവിടെ മൃഗങ്ങൾ, ക്രൂരജന്തുക്കളൊന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ ദേവി മാതാക്യം വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാം, അവിടെ ആശ്രമത്തില് സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് സുരകന മഹാരാജ വരുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ക്രൂരമൃഗങ്ങളും പരസ്പരം സഹവർത്തിത്വം എങ്ങനെയാണ് സഹോദരങ്ങളെ പോലെ, സുഹൃത്തുക്കളെ പോലെ ജീവിക്കുന്നുവെന്ന് ദേവിമാതാക്കൾ പറയുന്നുണ്ട്. എന്ത് പറയുന്നത് പോലെ ഇവിടെ എല്ലാ ദിവസവും പൂത്തു നിൽക്കുന്ന ഒരേ ചെടിയാണെങ്കിലോ എല്ലാ ദിവസവും ആ പൂവ് എന്നും ഉണങ്ങാതെ വാടാതെ നിൽക്കുന്ന അങ്ങനെയുള്ള പ്രത്യേകമായ സൗന്ദര്യം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഈ വാത്മീകി ആശ്രമം നിലകൊള്ളുന്നത് എന്നാണ് ആദ്യം പറയുന്നത്. അങ്ങനെ വന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ വാത്മീകി മനുഷ്യ വന്നിട്ട് ശ്രീരാമചന്ദ്രദേവനെ നമസ്കരിക്കുക ചെയ്തത്. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമതം മോഹൻ. കോമളമായിട്ടുള്ള രമാവരൻ, ആ രമയുടെ ശുദ്ധി ലക്ഷ്മി പതിയായിട്ടുള്ള, പിന്നെയോ കാമതം, എല്ലാ കാമങ്ങളും, കാമം എന്ന് പറഞ്ഞ ആഗ്രഹം, എല്ലാ ആഗ്രഹങ്ങളെയും നമുക്ക് സാധിച്ചു തരാൻ കഴിവുള്ള മനോഹരനായിട്ടുള്ള കോമളനായിട്ടുള്ള ആ കന്ദർപ്പ സുന്ദര ഇന്ദീവരേക്ഷൻ എന്നാണ്. കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. അതിനെ കാമദേവനെ തോൽപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ഈ ശ്രീരാമചന്ദ്രദേവനെ അവിടെ എന്ത് ചെയ്യുന്നു? ശരിക്കും സ്വീകരിച്ചു എന്നാ പറയുന്നത്. ജാനകി ലക്ഷ്മണോ ഭേദം ലഘുത്തമം മാനവേന്ദ്രൻ കണ്ടു വാൽമീകിയുടെ സന്തോഷ ഭക്ഷണാഭിലാഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നീടി ഞാൻ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും അറിയാം, ഇവർക്കൊക്കെ അറിയാം എന്താണ് ഇന്നലെ എന്ത്, ഇന്നെന്ത്, നാളെ എന്ത്, ത്രികാലങ്ങളെയും അറിയുന്നവരാ. അതുകൊണ്ട് രാമനെ കണ്ടവരെ ഗാഠമായിട്ട് ഇങ്ങനെ തൊടുകയില്ല, ഗാഠമായിട്ട് ശരിക്കും എന്താ പറയണ്ടേ, നമ്മൾക്ക് നല്ല നിജോടിയൊക്കെ അതാണ് ഈ ഗാഠമായി അനുഭവം ചെയ്യുന്നത്. അങ്ങനെ വാൽമീകി മഹർഷി ഗാഠമായി അനുഭവം ചെയ്തു. അതിനുശേഷം പൂജയിത്വാ ജഗൻ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തികൂട്ടാക്കിയ പാമ്പാദികൾ കൊണ്ടത് മുക്തിപ്രദനായ നാവിന് സാധകം. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ആരെവിടെ ആശ്രമത്തിൽ അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ സ്വീകരിക്കണം, കാലോചിതമായിട്ട് അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ അഭിമാനത്തിന് അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന് അനുസൃതമായി സ്വീകരിക്കണം. അല്ലെ, നമ്മൾ തന്നെ
ശ്രദ്ധിക്കാറുണ്ടോ? ആരും വീട്ടിൽ വന്നാൽ അല്ലെ ഗേറ്റിന് വേണ്ടിയുള്ള നായുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതിയിരിക്കുന്നവരാണ് നമ്മൾ. നായുണ്ട് എന്നോ ആ വീട്ടിലേക്ക് ചെല്ലരുതെന്നാണല്ലോ അതിനർത്ഥം. അപ്പൊ എന്ന് പറയുന്നത് ഇവിടെ ശ്രീരാമചന്ദ്രന്റെ അടുക്കൽ അല്ലെങ്കിൽ വാൽമീകി മഹർഷിയുടെ അടുത്തേക്ക് ശ്രീരാമചന്ദ്രൻ വന്നപ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള ഫലങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഭരദ്വാജാശ്രമത്തിൽ വന്നപ്പോൾ എങ്ങനെയാണോ കാൽ കഴുകി അതിനൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് അതേപോലെ തന്നെ വാൽമീകി ചെയ്തിട്ട് പക്വഫലങ്ങൾ നൽകിയിട്ട് മധുരമുള്ള നല്ല ഫലങ്ങളൊക്കെ നൽകി അതൊക്കെ നിവേദിക്കുക കഴിക്കാൻ വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട ഫലങ്ങളൊക്കെ നൽകി പരിശ്രമം തന്നോട് ചെയ്തു നമസ്കരിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു എന്താണ് ഞാൻ ഇവിടേക്ക് വരാൻ കാര്യമെന്ന്. അത് സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. എല്ലാം വാൽമീകി അറിയാമെങ്കിലും പറയേണ്ട ഉത്തരവാദിത്വം രാമനുണ്ടല്ലോ. അതൊക്കെ വീട്ടിലേക്ക് എന്താ വന്നത്? മോളുടെ വിവാഹം ചെയ്യാൻ വേണ്ടി വന്നതാ എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുകയാണ് താതാജ്ഞയ മനസ്സിലേക്ക് പുറപ്പെട്ടു. കാലിന്റെ ആ കഥ നമുക്കറിയാം എന്തുകൊണ്ടാണ് മനസ്സിലേക്ക് പുറപ്പെട്ടത്. ആ കാര്യം കൃത്യമായിട്ട് പറയുകയാണ്. അതിനുശേഷം മംഗലദേശ്. അപ്പൊ രാമൻ ഈ വാൽമീകി മഹർഷിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? സീതയോടും കൂടിയ യാതൊരിടത്ത് സുഖേന വസിക്കാവൂ, സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. എനിക്ക് സീതയോടൊപ്പം, സീതയുടെ കൂടെ ലക്ഷ്മണനുണ്ട്, എന്നാലും സീത കൂടിയോടൊപ്പം കുറച്ചുകൂടി അതിന് പ്രത്യേകതയുണ്ട് അല്ലെ താമസത്തിന് വേണ്ടിയിട്ട്. അപ്പോ വാൽമീകി മഹർഷിയോട് ചോദിക്കുക എനിക്ക് ഇവിടെ എവിടെയാണ് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിയാൻ പറ്റുക അങ്ങനെയുള്ള സ്ഥലം, അനുയോജ്യമായിട്ടുള്ള സ്ഥലം എവിടെയാണെന്നൊരു ചോദ്യം ശ്രീരാമചന്ദ്രദേവൻ വാൽമീകി മഹർഷിയോട് ചോദിക്കുമ്പോ വിദ്യയ്ക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ്രമഹാമുനെ. ആ ഒരു സ്ഥലത്ത് എഴുതിയാൽ പിന്നെ അവിടെ പോകണം തോന്നുന്നു. നേരത്തെ പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന്. തപോവനങ്ങൾ അങ്ങനെയാണ് നമ്മളെ ആകർഷിക്കും. എല്ലാ തരത്തിലും പ്രകൃതി ഭംഗി കൊണ്ടും അല്ലാതെ മൃഗങ്ങളും മറ്റു പക്ഷികളും ജലാദികളും എല്ലാം കൊണ്ട് നമ്മളെ ആകർഷിക്കുന്നു. അപ്പൊ രാമന്റെ മനസ്സ് പറയാണ് ഇവിടെ കുറച്ചു കാലം വസിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി. ഇങ്ങനെയുള്ള ദിവ്യന്മാരിക്കുന്ന വാൽമീകി മഹർഷിക്ക് ഒരു അംഗീകാരം കൂടി ആണ്. എന്താ? ഇങ്ങനെയുള്ള അങ്ങേപോലുള്ള ഇങ്ങനെയുള്ള ദിവ്യന്മാരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം, മുഖ്യമായിട്ട് വസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അങ്ങേപോലുള്ള താമസിക്കുന്നത് അല്ലെ. ചിലപ്പോ നമ്മൾ പറയാറുണ്ട് അതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, നല്ല വീടുകൾ നല്ല കുടുംബക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ. അയ്യോ അത് കൊള്ളില്ല, അവിടെ പോയി താമസിക്കുന്നു പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇവിടെ രാമൻ പറയുകയാണ് ഇവിടെ നല്ല മുഖ്യമായിട്ട് വസിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് പറയുന്നു. ഇത് കേട്ട മഹാമുനി വാൽമീകി മഹർഷി മന്ദസ്മിതം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതാണ് എന്താണ് വാൽമീകി മഹർഷി അല്ലെ രാമനെ കുറിച്ച് എന്താണ് അറിയിക്കുന്നത്? സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. അല്ലെ സർവലോകങ്ങളിലും നീയുണ്ട്, സർവലോകങ്ങളും നീയില്ല വസിക്കുന്നു. അതിനപ്പുറത്ത് എന്ത് പറയാനും അല്ലെ. ഈശാവാസ്യം ഇതം സർവം അല്ലെ. ഗുരുദേവൻ ഈശാവാസ്യ ഉപനിഷത്തിന് തർജ്ജമ ചെയ്തപ്പോഴേ ശങ്കരൻ 10 ഉപനിഷത്തുകൾ ദശോപനിഷത്തുകൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി മൊഴിമാറ്റി സംസ്കൃതത്തിൽ മലയാളത്തിൽ. ഗുരുദേവൻ പക്ഷേ ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം 10 ചെയ്തിട്ട് അല്ലെങ്കിൽ 100 ചെയ്തിട്ട് കാര്യമില്ല. ഒരെണ്ണം ഉള്ളത് ഒരെണ്ണമായാലും മതി. ഈശ്വരൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ട് നീ ചരിക്ക മുഗ്ധനായി ആശിക്കരുത് ആരുടെയും ധനം. ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകം വളരെ ലളിതമായി ഗുരുദേവൻ വ്യാഖ്യാനിച്ചതാണ്. അപ്പൊ ഈശൻ ജഗത്തിൽ എവിടെ നോക്കിയാലും കാണുന്നത്, ജഗത്ത് എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും കാണുന്നത് ഈശൻ തന്നെ. അതാണ് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? വാൽമീകി മഹർഷി പറയുന്നത് എന്താ? സർവലോക എല്ലാ ലോകവും നീങ്ങലാണ്, നീ എല്ലാ ലോകത്തിലും. അതിനപ്പുറത്തൊന്നും പറയാനില്ല. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്ത് ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സത്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആക്കിയ വിശേഷേണ ചൊല്ലുന്നത്. നീ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു, എല്ലായിടവും നീ നിറഞ്ഞു നിൽക്കുന്നു. എങ്കിലും എന്നോട് വിശേഷമായിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ചോദിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാം. വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു ഭാഗമാണ്. എന്താണ് ആദ്യാവിശേഷണ? ഞാൻ അതുകൊണ്ട് മാത്രം ഇത് പറയാൻ പോവുകയാണെന്ന് പറയാണ്. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ പതിപ്പവർ തമ്മുടെ സ്വന്തം നിനക്ക് സുഖവാസ മന്ദിരം. നിനക്കുള്ള സുഖവാസ മന്ദിരം. ഒന്നാമത്തെ കുറെ സുഖവാസ മന്ദിരങ്ങളെ കുറിച്ച് വാൽമീകി മഹർഷിയോട് ചോദിച്ചതനുസരിച്ച് ശ്രീരാമനോട് പറയുകയാണ്. അതിൽ ഒന്നാമത്തെ സുഖവാസ മന്ദിരം ഏതാണ്? ഇതാണ്. ഏതാണത്? സന്തുഷ്ടരായി സമദൃഷ്ടികൾ. സന്തുഷ്ടരായി എന്ത് കിട്ടിയാലും ദുഃഖം വന്നാലും ശരി എനിക്ക് എന്റെ കർമ്മഫലമാണ് എന്ന് അനുഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു സന്തുഷ്ടി, അങ്ങനെ ജീവിക്കുന്ന സമദൃഷ്ടികളായി എല്ലാവരെയും അദ്വേഷ്ടാവ്
ഭഗവത്ഗീത പറയും അദ്വേഷ്ടാം സർവഭൂതാനാം മൈത്രകരുണയേവച. ആരെ കണ്ടാലും അല്ലെ, ഏത് ജന്തുവിനെ കണ്ടാലും എല്ലാം എന്താണ്? ഈശ്വരസ്തുത. അതുകൊണ്ട് അദ്വേഷ്ടം, ദ്വേഷം കൂടാതെ വിദ്വേഷം കൂടാതെ എല്ലാവരെയും കാണുക. നമുക്കിഷ്ടമുള്ള ആളുകളോട് നമുക്ക് ഭയങ്കര സ്നേഹം അല്ലെ, നമുക്ക് ഇഷ്ടം തരുന്ന, നമുക്ക് തരുന്നവരോട്, നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമുക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ സ്വന്തം ആളോ കേട്ടോ എന്ന് നമ്മൾ പറയും. മറ്റുള്ളവരെ കാണുമ്പോഴും വടക്കോട്ടും ആണെങ്കിൽ നമ്മൾ തെക്കോട്ടും നോക്കും, തെക്കോട്ടാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറേക്ക് നോക്കും അല്ലെ. അതാണ് അവസ്ഥ. അദ്വേഷ്ടാം സർവഭൂതാനാം. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, എന്താ പറയുന്നത്? സന്തുഷ്ടരായി സമദൃഷ്ടികൾ. സമദൃഷ്ടി ആരെ കണ്ടാലും അവർ ഉന്നതനാണ്, ഇവൻ താഴെയുള്ളവരാണ്, പണ്ഡിതനാണ്, പാമരനാണ്, കുട്ടിയാണ്, വൃദ്ധൻ, ആ ഒരു കാഴ്ചപ്പാടില്ലാതെ എല്ലാത്തിനെയും കാണുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, നീ സർവ്വലോകങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സന്തുഷ്ടരായി സമദൃഷ്ടികളായിട്ട് ബഹുജന്തുക്കളിൽ ഒരു ജന്തു എന്ന് പറയുമ്പോൾ ഒന്നിനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും മൃഗമാണ്, ജനിച്ചതെല്ലാം ജന്തുക്കൾ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ജന്തുവിലും ദ്വേഷമില്ലാതെ ദ്വേഷഹീനരായിട്ട് അങ്ങനെ ഉള്ളവരുടെ ശാന്തരായി നിന്നെ പറ്റിപ്പവർ, അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ധ്യാനത്തിലെന്ന പോലെ ജീവിക്കുക അല്ലെ. ആരെവിടെ എന്ത് സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയം, ആരെന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കുന്ന വിഷയം, അവരിങ്ങനെ നാവിട്ട് അടിക്കണമെന്നല്ല, എന്നെയും ബാധിക്കില്ല. അങ്ങനെ ചിന്തിച്ച് എല്ലാത്തിനും സമദർശി അവസ്ഥയിൽ ജീവിക്കുന്ന അങ്ങനെയുള്ളവരുടെ സ്വാന്തം, അവരുടെ ഹൃദയമാണ് നിന്റെ സുഖവാസ മന്ദിരം എന്നാണ് വാൽമീകി മഹർഷി പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ആലോചിക്കുന്നത് അങ്ങനെയുള്ള ഒരു സുഖവാസ മന്ദിരം. രാമൻ വന്നാൽ എന്താണെന്ന് കയറി ഇവന്റെ ഹൃദയത്തിൽ കയറി ഇരിക്കാമെന്ന് തീരുമാനിച്ചത്, അങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റുന്ന സുഖവാസ കേന്ദ്രമാണോ എന്റെ ഹൃദയം എന്നാണ് രാമായണം നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഈ 31 ദിവസം രാമായണം പാരായണം ചെയ്യുമ്പോൾ ഈ സുഖവാസ മന്ദിരം എന്റെ ഹൃദയമാണോ എന്ന ചോദ്യം നമ്മൾ ഉയർത്തിയില്ലെങ്കിൽ പിന്നെ ഈ 31 അല്ല 311 ദിവസം രാമായണം വായിച്ചു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കേണ്ട, നമ്മൾ ഓരോരുത്തരോട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് എന്ത്? അങ്ങനെയുള്ള ശ്രീരാമൻ കയറി വന്നാൽ, ആ അമ്മ കയറി വന്നാൽ എന്ത് ഇരുന്നോട്ടെ ഹൃദയത്തിൽ എന്ന് ചോദിച്ചാൽ അത്ര വൃത്തിയായിരിക്കും. പൂജാമുറി എങ്ങനെയിരിക്കും അല്ലെ, പൂജാമുറി നമ്മളെങ്ങനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം മലിന ചിന്തകളില്ലാതെ, മറ്റുള്ളവരുടെ അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ അല്ലെ, ഇതൊന്നുമില്ലാതെ സത്യമായിട്ടുള്ള ആ ഒരു ഹൃദയത്തിലേക്കാണ് ഒന്നാമത്തെ സുഖവാസ മന്ദിരം. അതാണ് കുറെ എന്ന് പറയുന്നത്. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി തൻ മന്ത്രജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം. സുഖവും ദുഃഖവും എന്ത് വന്നാലും, മാനവും അപമാനം എന്തൊക്കെ വന്നാലും അതിനെയൊന്നും മൈൻഡിയാതെ, അതൊന്നും ശ്രദ്ധിക്കാതെ, പിന്നെയോ നിന്നെ ശരണം, നീ ശരണം, ദേവീ ശരണം അല്ലെ, വലിയ അക്ഷരത്തിലുള്ള ആ ഒരു അക്ഷരങ്ങൾ എന്താണ്? ദേവീ ശരണം, ദേവിയാണ് ശരണം, ആ ഭഗവാനാണ് ശരണം എന്നുള്ളതല്ലാതെ മറ്റൊരു ചിന്തയില്ല. ദേവി തന്നെയാണ് എനിക്ക് ശരണം. എപ്പോഴും വീണു പോകുമ്പോ അയ്യോ വീണുപോലെ എന്റെ ദേവി എന്നെ എന്താ അല്ലെ, എന്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കണം, പക്ഷെ അമ്മ കൈപിടിച്ചതുകൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന, അങ്ങനെ വിചാരിക്കും നിർദ്വന്ദ്വരായി. സുഖവും ദുഃഖവും ആ രണ്ട് കാഴ്ചപ്പാടില്ല. സുഖം വന്നാലും എനിക്ക് സുഖം തന്നെ, ദുഃഖം വന്നാലും എനിക്ക് സുഖം തന്നെ, ആ അവസ്ഥയിൽ നിർദ്വന്ദ്വരായി. രാവും പകലുമുണ്ട് അല്ലെ എന്ന് പറയുന്ന പോലെ സുഖവും ദുഃഖവും ഉണ്ട്. രാവും പകലും സുഖവും ദുഃഖവും എന്നൊക്കെ പറയുന്നത് പോലെ ആ ദ്വന്ദ്വമാണ് അവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടുള്ള കാഴ്ചപ്പാടില്ല, ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ. അങ്ങനെ നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി മന്ത്രജാപകരായിട്ട് നിന്റെ മന്ത്രം ജപിക്കുന്ന, ആ നാമം ജപിക്കുന്ന അവരുണ്ടല്ലോ, അവരുടെ മനപ്പങ്കജമാണ്, മനസ്സാകുന്ന താമരയുണ്ടല്ലോ, ആ താമരപ്പൂവാണ് നിന്റെ സുഖവാസ മന്ദിരം. രണ്ടാമത്തെ സുഖവാസ മന്ദിരമാണ്. കുറച്ച് വേഗത്തിൽ പറഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ 8ാം ദിവസത്തിൽ എത്തിയിട്ടില്ല, 7ാം ദിവസം അവസാനം നിൽക്കുന്നേ ഉള്ളൂ. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി യോഷ്ടാശ്മകാന്തിന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. അവരുടെ മനസ്സാണ്. ആരുടെ മനസ്സാ പറയുന്നത്? ശാന്തന്മാരെ. എന്ത് കേട്ടാലും അല്ലേ, ലക്ഷ്മണനെ പോലെ, ആദ്യ ലക്ഷ്മണനെ പോലെ, പിന്നീട് ഗുഹനെ പോലെ ഒന്നും സംസാരിക്കാതെ ശാന്തമായ അവസ്ഥ. ഇതൊക്കെ ഇങ്ങനെ നടക്കും അല്ലെ, അതിന് വെറുതെ അഗ്നി പോലെ ആളിക്കത്തിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ശാന്തന്മാരായി നിരഹങ്കാരികൾ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു അഹങ്കാരമല്ലേ, ഞാൻ ആരാന്നറിയാം, ഞാൻ ഭയങ്കര സംഭവം. അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് എനിക്കെന്ന് തോന്നുമ്പോൾ അഹങ്കാരം അതിനർത്ഥം. അപ്പൊ അങ്ങനെ എന്താണ്? ശാന്തന്മാരായിട്ട് നിരഹങ്കാരികളുമായിട്ട് ശാന്തരാഗം, ഒരു രാഗദ്വേഷങ്ങൾ ഒന്നുമില്ലാതെ ശാന്താവസ്ഥയിൽ ഇരിക്കുന്ന ലോഷ്ട അശ്മ കാഞ്ചന തുല്യം. മൺകട്ടയും മണ്ണും കാഞ്ചനവും കാണുമ്പോൾ ആ ഭഗവാന്റെ സൃഷ്ടിയായി മൺകട്ട എന്ത് ഭംഗിയാണ്, ആ കാഞ്ചനത്തെക്കാൾ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് ഉള്ളവരുണ്ടല്ലോ, അവരുടെ മനസ്സ് നിന്റെ സുഖവാസ മന്ദിരം ശ്രേഷ്ഠ
ഇഷ്ടമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുന്നവർ മാനസം സന്തതേന്തേ സുഖവാസായ മന്ദിരം. എന്താണ്? നിങ്ങളെല്ലാം സമർപ്പിച്ചിരിക്കുക. ആ അമ്മ ശരണമാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു ശരണമില്ല. ഏകമായ ശരണം മാത്രമേ ഉള്ളൂ. ഏകം സത്വിപ്രാവൃതാമതി. ആ ഒന്നിനേ ഉള്ളൂ. ആ ഒന്നിനെ മുറുകെ പിടിച്ചാൽ പിന്നെ മറ്റൊന്നിന്റെ പുറകെ കാഴ്ച ആ ഒന്നേ ഉള്ളൂ. സൂര്യൻ കിഴക്ക് ഉദിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പടിഞ്ഞാറ് അസ്തമിക്കാൻ പറ്റത്തില്ല. കിഴക്ക് ഉദിച്ചു നിൽക്കുമ്പോൾ പടിഞ്ഞാറ് ഒരേ സമയം ഒരു കാര്യം നടക്കുള്ളൂ. സത്യമാണെന്നുണ്ടെങ്കിൽ. അപ്പോ ഇവിടെ പറയുകയാണ് അങ്ങനെയുള്ളവരുടെ മനസ്സ് നിന്നിൽ എല്ലാം സമസ്ത കർമ്മങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. എല്ലാം നിങ്ങൾ സമർപ്പിച്ച് ചെയ്യുക. ഭഗവത്ഗീത പറയുക കർമ്മണ്യേ വാദിമാനസേമാപദേശന. കർമ്മണ്യ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്തു, ഈ ഇരിക്കുന്ന ആളാണ് ചെയ്തതെന്ന് തോന്നിയാൽ നഷ്ടപ്പെട്ടു. അവിടെ തീർന്നു. അവിടെ പിന്നെ കർമ്മവേ തീർന്നു. അവിടെ ആ കർമ്മം ശരിക്കും നമുക്കിനി അടുത്ത ജന്മത്തിലെ സൃഷ്ടിക്കുന്നതായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജന്മം സൃഷ്ടിക്കാതെ ജനന മരണ ദുഃഖത്തിലേക്ക് നമ്മൾ നയിക്കുന്നതാകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? കർമ്മം ബന്ധനമാകാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെയോ സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലട്ടും ഇഷ്ടേതരാപ്പി അനുതാപവുമില്ല സർവവുമായി നിശ്ചിത്യമാടുന്ന ദിവ്യ മനസ്തവ വാസായം. ഇഷ്ടപ്പെട്ടത് നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അനിഷ്ടമാണെങ്കിലും ഒരു രക്ഷയില്ല. അങ്ങനെ മനസ്സിനെ അസ്വസ്ഥമായി മനസ്സ് ചഞ്ചലപ്പെട്ട് ആ ഭഗവതിയിടയ്ക്ക് മറന്നു പോകുന്നവരുണ്ടല്ലോ അവരല്ല. അതല്ലാതെ ഇതിനെല്ലാം കാണാൻ കഴിയുന്ന ഒരേപോലെ കാണുന്നവരുണ്ടല്ലോ അവരുടെ മനസ്സാണ് ഇതിന്റെ സുഖവാസ മന്ദിരം. സദ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോട്ടിലോ ദേഹത്തിനേയുള്ളൂ. വികാരങ്ങൾ ഉണ്ടാകും നമ്മുടെ ദേഹത്തിന്. വികാരം മാറ്റം ഉണ്ടാകും. 6 വികാരം. സദ്ഭാവം എന്ന് പറയുമ്പോൾ 6 മാറ്റം. എന്താ ഉണ്ടാകുക, അത് പിന്നെ നിലനിൽക്കുക, അത് പിന്നെ വളരുക, പിന്നെ അതിന് മാറ്റം വരിക, ക്ഷീണം ഉണ്ടാക്കുക, ക്ഷയിക്കുക, അവസാനം നശിക്കുക. ഈ 6 ഭാവങ്ങൾ ഉണ്ടാകുക ആത്മാവിനല്ല ദേഹത്തിനാണ്. എനിക്കത് ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർ ശുദ്ധഭയ സുഖ ദുഃഖമായി സർവവും ചിത്തേ വിചാരിക്കുകയും ആത്മാവിനിലേത് ഇഷ്ടമുറച്ചു വലിക്കുന്നവരുടെ ചിത്രം തപസുഖവാസായുണ്ട്. അങ്ങനെ ആരാണത്? ഈ ശരീരത്തിനാണ് ദാഹമുള്ളത്, വിശപ്പുള്ളത്, ഈ ചിന്തകളൊക്കെ ഉള്ളത്. ആത്മാവിന് അതൊന്നുമില്ല എന്ന് ഉറപ്പുള്ളവരാരാണ്? അങ്ങനെ ബോധ്യമുള്ളവരാരാണ്? അവരുടെ മനസ്സ് നിന്റെ സുഖവാസ മന്ദിരമാണ്. 6 മന്ദിരങ്ങളെ കുറിച്ച് പറഞ്ഞു. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഭനം വേദസ്വരൂപം അനന്തമേകം സദാം വേദാന്ത വേദ്യം ആദ്യം ജഗൽ കാരണം ആദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുണാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനവലേകതം വാസുദേവം വരദം വരേണിം ജഗത് വാസീനാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം സംശയം വസിച്ചിടുക. ശ്രീധര ഇങ്ങനെയുള്ളവരുടെ ഏതാണ് പരബ്രഹ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നാദാന്റെ രൂപം, നാദത്തിന്റെ അവസാനത്തിൽ എന്ന് പറയുന്നത് പ്രണവം. ഓം അതെല്ലാം ഉണ്ട്. എല്ലാം അടങ്ങിയിരിക്കുന്ന അങ്ങനെ ഉള്ള ആ മന്ത്രത്തില് ആ ഓം ജപിക്കുന്ന അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്ന അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ. വാസുദേവം ഭരതം വരേണി അങ്ങനെയൊക്കെയുള്ളവരുണ്ടല്ലോ. അത്തരം ഉയർന്ന ചിന്തയിലേക്ക് പോകുന്നവരുണ്ടല്ലോ. അവരുടെ മനസ്സില് നിനക്ക് എപ്പോഴും എങ്ങനെയാണോ സീതയെ പോലെ നിനക്ക് അവിടെ വസിക്കാനായിട്ട് സാധിക്കും. സന്തതം ത്വൽപാദ സേവാരം മനം സന്തതം ത്വന്നാമമന്ത്ര ജലശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്കണീ സീതയ ചിന്തിത ചിന്താമണേ ദയാമരിതേ. എന്താ? ഈ രാമമന്ത്രം ജപിച്ച് ശുദ്ധമാകുന്ന മനസ്സുണ്ട്. അങ്ങനെയുള്ള മനസ്സിൽ സീതാദേവി ദേവിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് പോലെ സന്തോഷമായ മനസ്സോടുകൂടി ഭക്തി കൊണ്ട് ആർദ്രമായ മനസ്സോടുകൂടി അന്തർഗതനായിട്ട് എന്താണോ ചിന്തിക്കുന്നത് ചിന്തിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് ശുചിയാകുന്നത് പോലെ ഉള്ളവരുണ്ടല്ലോ. ആ ഭക്തൻ എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഒരുപാട് വിശദീകരിക്കാനായിട്ട് സമയം പറ്റുന്നില്ല. അടുത്ത ദിവസത്തിൽ 8ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതേ ഉള്ളൂ. അവിടെ വാൽമീകിയുടെ ആത്മകഥയാണ്. വാൽമീകിയുടെ ആത്മകഥ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. വാൽമീകി എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് വളരെ ചുരുക്കി ഇവിടെ പറയുന്നത്. ആദ്യത്തെ ദിവസം തന്നെ വാൽമീകിയുടെ കഥ നന്നായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. വാൽമീകി ശരിക്കും ഒരു ബ്രാഹ്മണ ജീവി ആയിരുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരാളായിരുന്നു. പിന്നീട് ഒരു ശൂദ്ര സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലൂടെ അദ്ദേഹം ഒരു കാട്ടുകള്ളനായി മാറുകയും കാട്ടില് വസിക്കുകയും വരുന്ന ആൾക്കാരിൽ നിന്നെല്ലാം തട്ടിയെടുക്കുന്ന ഒരു തസ്കരനായി തീരുകയും എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാമോ അതെല്ലാം കാണിക്കുന്ന, ആരെയും ഒരു കാരണമില്ലാതെ അല്ലെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവരെ ആക്രമിക്കുക.
അവരുടെ പാഠങ്ങളിൽ പിടിച്ച് ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനായി മാറിയത്. അങ്ങനെയുള്ള മനുഷ്യനായ അദ്ദേഹം തന്റെ കഥ പറയുക, അത് നമുക്ക് ചുരുക്കി പറയാൻ കാരണം ഇതിനു മുമ്പ് സൂചിപ്പിച്ചതാണ്. അദ്ദേഹം ഇങ്ങനെ ഈ തന്റെ പ്രവൃത്തി തുടരുന്ന വേളയിലാണ് മുനിമാർ 7 മുനിമാർ അദ്ദേഹത്തിന് മുന്നിലെത്തും. അവര് നമ്മുടെ സപ്ത ഋഷികൾ എന്നൊക്കെ പറയും, സപ്തമുനികൾ എന്നൊക്കെ പറയും. അപ്പൊ അവരുടെയും പാഠങ്ങൾ, മുനിമാരുടെ പാഠങ്ങളിൽ എന്താ ഒന്നും ഉണ്ടാവില്ല അല്ലെ, അവർക്ക് അവരുടെയും ഒന്നും ഉണ്ടാവില്ല, എല്ലാം തിരിച്ചു നടക്കുന്നവരാ, എല്ലാം ഉപേക്ഷിച്ചവരാ. അപ്പൊ അങ്ങനെയുള്ളവരെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നീ ചെയ്യുന്നത് നിനക്ക് അറിയാമോ? എത്ര വലിയ തെറ്റാണ് നീ ചെയ്യുന്നത് അറിയാം? മറ്റുള്ളവരെ ആക്രമിച്ച് ജീവിച്ച ഇതിലേക്ക് മഹാപാപമാണ്. നീ ഒറ്റയ്ക്ക് ഇത് അനുഭവിക്കുമോ? നിന്റെ വീട്ടിലുള്ളവരും കൂടെ ഇത് അനുഭവിക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരൊക്കെ ഇത് അനുഭവിക്കും. കാരണം എന്താ, ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവരെ തെറ്റിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. സപ്തർഷികളുടെ ചോദ്യം കേട്ടപ്പോ വീണ്ടും അവർ ആ ചോദ്യം ഉന്നയിച്ചപ്പോ അദ്ദേഹത്തിന് തോന്നി, വീട്ടിലെത്തി ചോദിച്ചിട്ട് വരാം, എന്നാൽ ഞങ്ങളുടെ കാത്തു നിന്നോളാം, ഈ പെട്ടെന്ന് പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം വീട്ടിലെത്തി ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ പാപങ്ങളാണെന്ന് ഇവരൊക്കെ പറയുന്നു. ആ പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കില്ലേ, കാരണം നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ്, നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞ മറ്റന്യൻ ഭുജിക്കുമോ? ഒരാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഏറ്റവും വലിയ തത്വം പറയുക, ആരും അറിയാത്ത, പേര് പോലും സൂചിപ്പിച്ചിട്ടില്ല. ആത്മീയതയിൽ രത്നാകരനെങ്കിലും എവിടെയെങ്കിലും പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സഹധർമ്മിയെ കുറിച്ച് ഇത്രയും വലിയ ലോകതത്വം ചുരുക്കി പറഞ്ഞിട്ടുള്ള ആ രത്നാകരന്റെ ഭാര്യയെ, കാട്ടുകടനായിട്ടുള്ള രത്നാകരന്റെ ഭാര്യയെ കുറിച്ച് അവിടെ പേര് സൂചിപ്പിക്കുന്നില്ല. പക്ഷേ അവർ പറഞ്ഞ തത്വം ഇന്നും എന്നും അല്ലെ, മാനവ ലോകത്തോളം കാലം ഏറ്റവും പ്രധാനപ്പെട്ടതാ. എന്താ പറയുന്നത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചെടുത്തു. ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കാൻ, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് കർത്താവിനെ പഠിപ്പിച്ചു. ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് ആകെ ഈ പാപം മുഴുവൻ താനത്തെ തലയിലേക്കാണല്ലോ എന്ന് കേട്ട് അദ്ദേഹം പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ച് ഓടിയെത്തി ആ സപ്തർഷികളുടെ അടുക്കലേക്ക് എത്തി. അപ്പം അവര് പറഞ്ഞു, പേടിക്കേണ്ട, വിഷമിക്കേണ്ട, ഈ പരിഹാരം എന്താണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആശ്വസിച്ച് അവരുടെ കാൽക്കൽ ആരാണ് ശരണാഗതി അടയുന്നത്, അല്ലെ? എപ്പോഴാണോ ഭഗവാന്റെ കാൽക്കൽ വന്നിട്ട് അതിൽ വീഴുന്നത്, അപ്പോഴാണ് ഭഗവാൻ വീട് ഉപദേശിച്ചത് എന്ന് പറയുന്നത് പോലെ ആദ്യം ഇത് പറഞ്ഞിരുന്നെങ്കിൽ, തങ്ങളെ പിടിവിടാമെന്ന സമയത്ത് ഇയാൾ ബോധവൽക്കരിക്കാൻ വരുന്നെങ്കിൽ ഒരുപക്ഷെ ആക്രമിക്കുമായിരുന്നു സപ്തർഷി. പക്ഷെ ഇപ്പോ അല്ലെ, അതാണ് സത്സംഗത്തിന്റെ പ്രാധാന്യം. സത്സംഗത്തിന്റെ മഹിമ എന്ന് പറയുന്നത്, സജ്ജനങ്ങളുമായി നമ്മൾ കൂടിച്ചേരുമ്പോൾ അവരിൽ കിട്ടുന്ന ആ ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നതാണ്, നമ്മളെ ഉയർത്തുന്നതാണ്, നമ്മളെ വളർത്തുന്നതാണ്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഈ കാട്ടുകൊള്ളനായിട്ടുള്ള ആൾക്കാർ ഇത് കേട്ടപ്പോൾ ഞാൻ ആ സമയത്ത് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം പേര് പോലും, ഭഗവാന്റെ പേര് പോലും രാമൻ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാൻ അറിയില്ല. അതുകൊണ്ട് എന്താണ് ഇതെന്നൊക്കെ ചോദിച്ചു. അത് മരമാണെന്നുള്ള കാര്യം. അങ്ങനെ മരാമരാ പറഞ്ഞ് എന്തായി? അവസാനം രാമ 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 എന്നുള്ള ആ ഈശ്വരനിലേക്ക് ഉയർന്നു അല്ലേ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമ നാമ വരാനി. ഈ രാമനാമത്തിന് ഒരു 2 അക്ഷരേ ഉള്ളൂ അല്ലെ? അത് നാരായണ എന്നതിലെ ബീജാക്ഷരമായിട്ടുള്ള രാ എന്നുള്ള അക്ഷരവും അതോടൊപ്പം തന്നെ നമശിവായിലെ മാ എന്ന് പറയുന്ന ആ ഒരു അക്ഷരം ചേർത്ത് 2 മകാരം കൂടെ ചേർത്ത് രാമ എന്ന് പറയുമ്പോൾ അത് വൈഷ്ണവ അതോടൊപ്പം തന്നെ ശൈവ തേജസ് ഒരുമിച്ച് ചേർന്ന് സംഗമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? തുടക്കത്തിൽ തന്നെ പറയുന്നത്
ചിന്മയനായി നീ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞത് ഞാനടമെന്നാണ് വാത്മീകിയാശ്രമത്തിലേക്ക് എത്തിയ രാമനോട് പറയുന്നത്. നിന്റെ നാമം കൊണ്ടാണ് കാട്ടാളനായ ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. വാത്മീകിയാമി ശ്രേഷ്ഠൻ ഭവാൻ ആജ്ഞായവേദിയായി രത്നജ്ഞനാഗതി എന്ന് പറഞ്ഞു. ഈ ആജ്ഞായ എന്ന് പറയുമ്പോൾ വേദം മുഴുവൻ അറിയുന്നു, പഠിച്ചിട്ടില്ല, എങ്ങും പോയി പഠിച്ചിട്ടില്ല. വാത്മീകി മഹർഷിക്ക് വേറെ ഗുരുക്കന്മാരില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അവന്തിയില് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ 64 ദിവസം പോയി പഠിച്ചതായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഉജ്ജയിനിൽ നിന്നും നമ്മൾ പറയുന്നത് അല്ലെ സുധാമായ കിട്ടിയ സുഹൃത്തായി കിട്ടിയത്. പക്ഷെ ഈ വാത്മീകി എവിടെ പോയി പഠിച്ചു? ഒന്നുമില്ല. പക്ഷെ ആ രാമായണം വായിച്ചാൽ എല്ലാ വേദത്തിന്റെ അറിവുകളും എല്ലാ ദർശനങ്ങളും അതിനകത്തുണ്ട് എന്ന് പറയുകയാണ്. അപ്പോ അതുകൊണ്ട് ഞാൻ ആ നിലയിലേക്ക് എത്തിയത് നിന്റെ ആ ഒരു നാമത്തിന്റെ രാമനാമത്തിന്റെ മാഹാത്മ്യം പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമൻ വീടിനാൻ രാമൻ വാത്മീകിയാൽ നിത്യഭൂജിതനായി സദാ കാമ്യാംഗിയായി ഗജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദം ഉൾക്കൊണ്ടു നേരിനാൻ. ഇപ്പൊ എവിടെയാണ് താമസിക്കാൻ സൗകര്യം? കുറെ നല്ല മനസ്സുള്ളതല്ലേ അല്ലെ, നല്ല ഭക്തന്മാരുടെ മനസ്സാണ് ഇതിന്റെ സുഖവാസ മന്ദിരം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് പറയുകയാണ് ചിത്രകൂട പർവ്വതം. ആ ചിത്രകൂട പർവ്വതത്തിനും ഗംഗാനദിക്കും ഇടയ്ക്കുള്ള ഒരു ഭാഗമുണ്ട്, മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ വർണ്ണാശ്രമം കിട്ടിയിട്ട് നിങ്ങൾക്ക് താമസിക്കാം എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് പോകുന്ന ഭാഗമാണ്. അപ്പോ നമ്മുടെ എഴുത്തച്ഛൻ അവിടെ നിന്ന് തന്നെ ക്യാമറ അവിടെ തിരിക്കുകയാണ്. ക്യാമറ എവിടെയാണ് ഇപ്പോ അല്ലെ? ഇപ്പൊ ഈ ഗംഗാതലത്തിൽ നിന്നുള്ള ആ ക്യാമറ തിരിച്ച് നേരെ അയോധ്യയിൽ കൊട്ടാരത്തിലേക്ക് ദശരഥന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം ക്യാമറ. ഇപ്പൊ നമുക്ക് ഈ കാണുന്നത് പെട്ടെന്ന് കാനനത്തിൽ നിന്ന് ഇനി നമുക്ക് അയോധ്യയിലെ ആ കൊട്ടാരത്തിന്റെ അവസ്ഥ കാണാം. മന്ത്രിവരനാം സുമിത്രരമേറിയോ അന്തശുജായോധ്യീഴിനാൻ വസ്ത്രേണ വക്രവും ആചാര്യ കണ്ടു നീ അത്യന്തം ചുറ്റു വീണും തുടച്ചു. ദുഃഖം സഹിക്കാനാവില്ല. കാരണം എന്താ? ശ്രീരാമചന്ദ്രദേവനെ നാളെ അഭിഷേകം നടത്തിയിട്ട് ശ്രീരാമചന്ദ്രദേവനെ കാട്ടിൽ കൊണ്ട് അയച്ചിട്ട് തിരികെ വരുമോ എന്ന് ആലോചിച്ച് എത്ര വലിയ ബാധകമാണ് എന്ന് സുമന്ത്രയുടെ മനസ്സിൽ ചിന്തയുണ്ടാകാം. അതുകൊണ്ടാവാം കണ്ണീരിങ്ങനെ ഒഴിപിടിക്കുക. അപ്പൊ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി തന്റെ എന്താ ഒരു തുണി കൊണ്ടിട്ട് അത് മറയ്ക്കുന്നു, അത് തുടയ്ക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ട് ദശരഥന്റെ മുന്നിലെത്തി നിൽക്കുക. രാത്രി പദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിരേ ജയ സ്വാമി ജയ ജയ. അങ്ങനെയാണ് രാജാക്കന്മാരെ അവരുടെ നന്മകൾ പറഞ്ഞിട്ട് വേണം സ്തുതിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അപ്പം മാർത്താണ്ഡഗോത്ര ജാതോത്തം സമേ ജയ ഇത്തരം ഇങ്ങനെ പല പല സ്തുതികളും പറഞ്ഞ ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദശരഥന് ആകാംക്ഷ ഉണ്ടല്ലോ അല്ലെ, രാമനെ കൊണ്ട് പോയിട്ട് തിരിച്ചെത്തിയില്ല, ഒരു വിവരം ഇറങ്ങിയിട്ടില്ല. ഇന്നത്തെ പോലെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒന്നും ചിത്രങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതൊന്നും ഇല്ലാത്ത കാലമാണ് അല്ലെ. ഇന്നാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈവായിട്ടാണ് അല്ലെ. അയ്യോ പാലത്തിൽ നിന്ന് ബൈക്കിൽ നിന്ന് ചാടും, കായലിൽ ചാടും, അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പടം പോസ്റ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് പത്രക്കാരൊന്നും വേറെ അന്വേഷിച്ചു പോകണ്ട. കാരണം ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നോക്കിയാൽ പടം എടുത്ത് നാളെ പത്രത്തിൽ കൊടുക്കണം. ഇത് ഇന്ന് ആ കാലത്ത് ഇതൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന കാലമാണ്. അപ്പൊ ചോദിക്കുകയാണ്, കൃത്യനോട് ആവശ്യം ചോദിച്ചു നിന്ന ആ നിർബോധൻ ദശരഥ മഹാരാജൻ ചോദിച്ചത് എന്താണ്? സോദരനോടും ജനകാത്മജയോടും വിധിക്കുന്നു രാഘവൻ നിർലജനായതി പാപിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്ന് ചൊല്ലിയതെന്നോട് ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമമായ ജാനകീ ദേവിയും എന്ന് പറഞ്ഞിട്ട് കരയില്ല. കാരണം എന്താ? ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, തീപ്പന്തം കൊണ്ട് തന്റെ ഹൃദയം കുത്തിക്കൊണ്ടിരിക്കുക, കഠാരം കൊണ്ട് കുത്തുന്ന പോലെ വേദന ഇരിക്കുക. കാരണം താൻ കാരണമാണല്ലോ ശ്രീരാമൻ കാട്ടിലേക്ക് പോയത്, ആ സീതാദേവി ലക്ഷ്മണനൊക്കെ കാട്ടിലേക്ക് പോയത് താൻ കാരണമാണല്ലോ. അങ്ങനെ ആ നെരിപ്പോടില് എന്തുരുകിക്കൊണ്ടിരിക്കുന്ന ദശരഥന്റെ വാക്കുകളാണല്ലോ. അപ്പൊ സുമിത്ര പറഞ്ഞു, ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ കൊണ്ടുപോയ ശൃംഗിവേരാഖ്യവിലസവിതെ എന്നുള്ള കാര്യം പറഞ്ഞു. അവിടെ വരെ കൊണ്ടുപോയി ശൃംഗിവേര വിലത്തെത്തിച്ചു എന്നുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ഗുഹൻ വന്നു. ഗുഹൻ വന്നിട്ട് എന്താ പറയണ്ടേ, ഫലങ്ങള്, മൂലഫലങ്ങള് അതൊക്കെ സമ്മാനിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ ഉത്തമനോട് എന്നോട് ചൊല്ലിയാൻ എന്നെ നിരൂപിച്ച് ദുഃഖിയായി കാര്യമേ ചൊല്ലേണം എന്നോട് താതനോടും വരാൻ അല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. അച്ഛനോട് പ്രത്യേകം പറയണം, എന്നെ ഓർത്ത് ഞങ്ങളുടെ ഈ വനവാസ യാത്രയെ ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്, ദുഃഖിക്കരുത്, അതിൽ കാര്യമില്ല എന്ന് അച്ഛനോട് പ്രത്യേകം പറയണമെന്ന് രാമൻ പറഞ്ഞതായി ഇവിടെ സുമന്ത്രൻ പ്രധാന സജീവനായിട്ടുള്ള സുമന്ത്രര് ദശരഥനോട് പറയുകയാണ്. മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു കേടമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊല്ല
വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും വാക്യാമൃതം കൊണ്ടടക്കി. ഈ നല്ല വാക്കുകൾ പറഞ്ഞാൽ അച്ഛനെന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. കാരണം വൃദ്ധനായിക്കൊണ്ടിരിക്കുക, പ്രായം കയറിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ വിട്ടുപിരിഞ്ഞതിന്റെ ദുഃഖവും എല്ലാം രാമൻ അറിയാം. അധികം കാലം ഈ ആയുസ് ഉണ്ടാവില്ല. ജാനകിയും തൊഴിലെന്നോട് ചൊല്ലിനാൽ ആനനപത്വവും കാട്ടി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തസകൃതം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയുകയാണ്. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടമായ ഒരു കൈക്ക്. ഈ സമയത്ത് 4 നാഴിക ചെന്ന മാറേതൈന്യം മന്ദം നിവൃത്തനായിരിക്കാൻ തത്ര കൗസല്യൻ കരഞ്ഞു തുടങ്ങിയ. ഈ സമയത്ത് ഇതൊക്കെ കേട്ട് സമീപത്തുണ്ടായ കാരണം എന്താ? എല്ലാം കഴിഞ്ഞ് രാമൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തിക്ക് പറഞ്ഞു, എന്നെ രാമന്റെ മാതൃഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും, കൈയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനല്ല പറഞ്ഞു. എപ്പോഴും കൈയുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ കൊട്ടാരത്തിലേക്ക് കൗസല്യാദേവി ഉണ്ട്. കൗസല്യാദേവി തന്റെ ദുഃഖം മുഴുവൻ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. എന്താണ്? ദത്തമല്ലോ പണ്ടു പണ്ടേ വലർന്നയ ഇഷ്ടമായ ഒരു കൈകേയിക്കുക. ഇഷ്ടമായ അല്ലെ, ഉള്ളിലുള്ള ഒരു വേദന, ഉള്ളിലൊരു വേദനയുണ്ട്. പട്ടമഹിഷി ആദ്യവിവാഹം കഴിച്ചത് കൗസല്യാദേവിയെ. പക്ഷേ കൈകേയിയോടാണ് വല്ലാത്തൊരു പ്രേമം. ആ ഒരു കൈകേയിയുടെ കുടിയിലിറങ്ങിയാണ് ദശരഥൻ എന്നുള്ളതായി കൗസല്യക്കിറങ്ങി. അത് ആ പ്രാർത്ഥനയെ നമ്മൾ കണ്ടിരുന്നു ഒരു ദിവസം. ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നു. എന്താണ് പറയുന്നത്? ഇഷ്ടനായ ഒരു കൈകേയിക്ക് രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നില്ലോ. മൽപുത്രനെ കാലനാന്തേ കളവതി ഈ പാവി എന്തു പിഴച്ചിരുതേ. സ്വയം ഞാനാണെന്ന് പാവി. കാരണം എന്താ? ദശരഥന് കൈകേയിയാണല്ല. അപ്പൊ ഞാൻ പാവിയാണല്ലോ. എന്റെ മകനെ എന്തിനാണ് കാട്ടിലേക്ക് അയച്ചത്? രാജ്യം കൊടുത്താൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന കൗസല്യാദേവി. ദേവനെല്ലാം വരുത്തി തന്നെയെ പരിദേവനം ചെയ്തതിന് എന്തൊരു കാരണം? ഇപ്പോൾ ഉണ്ടായ സർവ്വ ദുരന്തങ്ങൾക്ക് കാരണം നിങ്ങളാണ്. എന്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ കണ്ടത് കാര്യം വീട്ടിലൊക്കെ ചിലപ്പോൾ കേൾക്കാം, അടുക്കളയിൽ നിന്നും ഒക്കെ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ കേൾക്കാം. ഇവിടെ അതേപോലെ കൗസല്യാദേവി പറയുകയാണ്, ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ അവനെ കേട്ടു മന്ദം പറഞ്ഞിടിന്. എന്താ പറയുന്നത്? പുണ്ണിലൊരു കൊള്ളിൽ വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഏരിത്തിയായി ദുഃഖം ഉൾക്കൊണ്ട് മരിപ്പാൻ തുടങ്ങുമൻ. ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലതേ പ്രാണപ്രയാണം അടുത്തു തപോധൻ പ്രാണവിയോഗേ ശവിച്ചത് കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ പറയാത്ത കഥയില് തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അത്യപൂർവമായ സംഭവം ആ സമയത്ത് ആ ഒരു പ്രത്യേക സംഗീത മുഹൂർത്തത്തിൽ കൗസല്യാദേവിയോട് പറയാം. കൗസല്യാദേവിയുടെ അനുഭവം പറയുന്നത് ആ പുണ്ണിലല്ലേ നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായ അവിടെ കൊണ്ട് തീക്കുള്ളി കൊണ്ട് വെച്ചാൽ എന്തായിരിക്കും? മാനസികമായിട്ട് അങ്ങനെ തകർന്നിരിക്കുന്ന അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് കുത്തുന്നത് പോലെ, അതായത് അഗ്നി കൊണ്ട് മുറിവിൽ ഹൃദയത്തിലൊരു മുറിവുണ്ടായി അവിടെ കൊണ്ട് ഒരു കൊള്ളി വെച്ചാൽ, അതായത് തീക്കുള്ളി കൊണ്ട് വെച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെയാണ് ദശരഥൻ അനുഭവപ്പെട്ടത്. അപ്പൊ ദശരഥൻ പഴയ കാര്യം പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് പറയാം. പണ്ട് തപോധനൻ പ്രാണവിയോഗയെ ശപിച്ചത് കാരണം പ്രാണപ്രയാണം അടുത്ത് ജീവൻ പോകാൻ പോകുന്ന ഒരു തപോധനൻ എന്നെ ശപിച്ചിരുന്നു. എന്താ ശപിച്ചതെന്നറിയാമോ? കേൾക്കാം. നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാർ തപസ്സികൾ നേരത്തെ നമ്മൾ കണ്ടതേ ഉള്ളൂ. ഭരദ്വാജനെ കണ്ടു. ഭരദ്വാജൻ രാവിലെ കണ്ടപ്പോൾ ഇതിന്റെ ഇന്ന് നാളെ എനിക്കറിയാം എന്ന് പറഞ്ഞു. അതേപോലെ വാൽമീകി മഹർഷി പറഞ്ഞല്ലേ, നീ ആരാണ്? നീ എല്ലാത്തിനും നീയുണ്ട്, നീയിലാണ് എല്ലാം ഉള്ളത്. അതാണ് തപസ്സികൾ. അങ്ങനെയുള്ള തപസ്സികൾ ഇവിടെ ദശരഥൻ ഇപ്പൊ ബോധ്യം വരുന്നു. തപസ്സികൾ എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരല്ലേ എന്ന് പറഞ്ഞിട്ട് കഥ പറയാം. ഒരു ദിവസം ചുരുക്കി പറയാം, ഒരു ദിവസം യുവരാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദശരഥന്റെ ചെറുപ്പകാലത്ത് യൗവനകാലത്ത് നായാട്ടിനായി പോയി, കാട്ടിൽ പോയി. കാട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പേടിയില്ല, ആരും ഭയമില്ലാത്ത ദശരഥനല്ലേ. അപ്പൊ അങ്ങനെ പോകുന്ന വേളയിൽ അദ്ദേഹം നായാട്ടിന് വേണ്ടി വരുന്ന അർദ്ധരാത്രി സമയത്ത് ഈ ആന വന്ന് പുഴയിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിന് ശബ്ദം കേൾക്കും അല്ലെ. വെറുതെ നമ്മളൊരു കുളത്തിൽ നമ്മുടെ കൈയിലേക്ക് പിടിച്ചാലും ശബ്ദം എന്ന് പറയുന്നത് പോലെ ആ ഒരു പുഴയിൽ ഇറങ്ങി ആന ഇങ്ങനെ വെള്ളം കുടിക്കും തുമ്പിക്കൈ കൊണ്ട്. അപ്പോ ഇദ്ദേഹത്തിന് അസാമാന്യ കഴിവുള്ള ആളാണ്. ഏത് ശരം കൊടുക്കുന്ന കാര്യത്തിൽ എതിരെയും ശബ്ദം കേട്ടുകൊണ്ട് മാത്രം അതിനെ വളരെ ദൂരെ നിന്ന് വരെ ആക്രമിച്ച് വീഴ്പ്പെടുത്താൻ കഴിവുള്ള ആളാണ്. അങ്ങനെ ശബ്ദവേദി എന്ന് പറയുന്ന അക്ഷരം, അങ്ങനെ അത്രമാത്രം പ്രാപ്തിയുള്ള സാമർത്ഥ്യമുള്ള ആളാണ് ദശരഥൻ. ദശരഥൻ എന്ത് ചെയ്തു? ഈ ആന ഇങ്ങനെ എന്താ പറയുക തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ആനയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അമ്പയച്ചു. കുറച്ച് കഴിയുമ്പോൾ ഒരു ആനയുടെ കരച്ചിലല്ല കേട്ടത്, മനുഷ്യന്റെ കരച്ചിലല്ല, ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിലല്ല. ഓടി അവിടെ എത്തിയപ്പോഴാണ്
അതിന് മുനികുമാരനായിരുന്നു. അവൻ ആ പുഴയിൽ നിന്ന് കുടത്തില് മണ്ഡലത്തില് വെള്ളമെടുക്കുകയായിരുന്നു. കണ്ണു കാണാത്ത അന്ധനായ പ്രായമേറി മരണത്തിലേക്ക് അടുത്തിരിക്കുന്ന തന്റെ വൃദ്ധമാതാപിതാക്കൾക്ക് ഒരു തുള്ളി വെള്ളം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അദ്ദേഹം. അപ്പോ ഈ മുനികുമാരൻ പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജലം എത്തിക്കണം, അല്ലെങ്കിൽ എന്നെ അവിടെ എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജലം എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ജലം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഈ അമ്പേറ്റ് കിടക്കുന്ന ഈ മുനികുമാരന്റെ നെഞ്ചിൽ നിന്ന് അമ്പ് ഊരി മാറ്റി. കാരണം പ്രാണവേദന കൊണ്ട് അത് ഊരി മാറ്റിയാൽ പിന്നെ കഴിഞ്ഞു. ഊരി മാറ്റി കൊടുത്തിട്ട് ജലവുമായിട്ട് അവിടെ എത്തി. എവിടെയാ? ഈ വൃദ്ധരായിട്ടുള്ള താമസന്മാരുടെ പിന്നെ അച്ഛന്റെ അമ്മയുടെ അടുക്കലെത്തി. അപ്പോ കുറെ നേരമായി, സാധാരണമായി ഇത്രയും വൈകില്ല, ഒരുപാട് നേരം വൈകുന്നു. എന്താ പറയുക, നീ ഇങ്ങനെ വൈകുന്നത്? ഞങ്ങൾ വൃദ്ധരായിട്ടുള്ളവരല്ലേ, കണ്ണും കാണില്ല എന്ന് നേരിട്ട് ചോദിക്കുക. ദശരഥനോടാണ് സംസാരിക്കുന്നത്. അവർക്കറിയില്ല കണ്ണു കാണാത്തവർക്ക് ദശരഥനാണോ പുത്രനാണോ അറിയില്ല. ആ സമയത്ത് ദശരഥൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ദശരഥ മഹാരാജനാണ്, മകനല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുക. അപ്പൊ ഈ സമയത്ത് സ്വാമി ദശരഥനായ രാജാവ് ഞാൻ, മാമപരാധീനം രക്ഷിക്ക വേണമേ, ഞാനറിയാതെ വിവശനായി തണ്ണീർ കുടിക്കും നാഥനെന്നോർത്ത് ബാണമെയ്തേനതി പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്ന ദുന്തിരി വയ്യാതെ. ദശരഥന് തന്നെ ആ മാതാപിതാക്കൾ അവരോട് സംസാരിക്കാൻ തോന്നി. എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞാല് ഞാൻ പാപിയാണെന്ന് തോന്നിക്കാം, അത്ര വലിയ തെറ്റാണ് അല്ലെ? ഒരു രാജാവാണ്, രാജാവ് ചിന്തിക്കണമായിരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ ആനയാണോ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അല്ലെ? അങ്ങനെയൊന്നും ചിന്തിക്കാതെയാണ് അമ്പ ചെയ്തതും ഇതൊക്കെ പറ്റിയത്. അപ്പോ തീർച്ചയായിട്ടും ഈ ബാലൻ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരിക്കലും ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകത്തില്ല. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ബ്രഹ്മഹത്യാ പാപമാണ്. കാരണം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു വൈശ്യനാണ്. വൈശ്യൻ ഈ താമസ കുടുംബം എന്ന് പറയുന്നത് വൈശ്യകുലത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മഹത്യാഭാവം ഉണ്ടാവില്ല, ആ വംശം തന്നെ കുട്ടിക്ക് പോയേക്കാം എന്നുള്ളൊരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ല. മാതാപിതാക്കളെ കണ്ട് സംസാരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ദശരഥൻ വന്നിട്ട് ഈ കഥയൊക്കെ പറയുന്നത്. ഇതെല്ലാം കേട്ട് അവർ വെള്ളമൊക്കെ കുടിച്ചു. ആ സമയത്ത് ചിതയുണ്ടാക്കി. ഈ ചിതയില് ഈ മകനെ ചിതയിൽ വെച്ചു. രണ്ടുപേരും ചാടി അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ വീണ് അവരുടെ ജീവത്യാഗം ചെയ്യുക. ആ സമയത്ത് പറഞ്ഞു, പുത്രശോകത്താൽ ഞാൻ എങ്ങനെയാണോ പുത്രശോകത്താൽ വിശ്രമിച്ചു പോയത്, അതേപോലെ പുത്രശോകത്താൽ നിന്റെ മരണം ഉണ്ടാവട്ടെ. വരമല്ല, ശാപം. ആ ശാപമാണ് ദശരഥന് ലഭിച്ചത്. എന്നിട്ടോ വൃദ്ധതപോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്ന് ചൊല്ലിനൻ. ശാപകാലം നമുക്കാത് ആഗതമായി താപസവാക്യം അസത്യമായി. താപസന്റെ വാക്ക് അല്ലെ, ഈശ്വരൻ തന്നെയാണ്, ഈശ്വരനിലേക്ക് ഉയർന്ന ആളാണ്. അതുകൊണ്ട് ആ വാക്ക് ഒരിക്കലും തെറ്റുവരുത്. അത് എന്റെ കുഴപ്പമല്ല, ആരുടെ കുഴപ്പമാണ്? ദശരഥൻ ഇപ്പൊ പറയുന്നത് എന്റെ തെറ്റല്ല, ആ താമസം എന്നെ ചതിച്ചു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ അതിനെ ന്യായീകരണ തൊഴിലാളികളുടെ അസോസിയേഷനൊക്കെ നമ്മൾ കാണാറില്ലേ, അതേപോലെ ന്യായീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെയും കേട്ടു തുടങ്ങി ഞാൻ, ആ രാമപുത്ര സീതേ ജനകജെ, ആ രാമലക്ഷ്മണ ആഹാഗുണാബുധേ, നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേയി സംഭവം. അപ്പോ അവസാന കാലത്ത് തിരിച്ചറിയുകയാണ്, എന്താ കൈകേയിയാണ്, കൈകേയുമായിട്ടുള്ള ബന്ധമാണ്, കൈകേയി തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ ഹൃദയം പൊട്ടി. എന്ന് ആലോചിച്ചേ, 4 മക്കളുണ്ട്, യുവരാജാവായുടെ മകനടക്കം 4 മക്കൾ. പക്ഷെ അടുത്തായിരുന്നില്ല, ഒരാളെ പോലും കാണാൻ പറ്റുന്നില്ല. ആ നാവിലേക്ക് ഒരു തുള്ളി ജലം ഇട്ടു കൊടുക്കാനായിട്ട് ആരുമില്ല. ആ സമയത്ത് രാജീവനെ ചിന്തിച്ച് രാജാദശരഥൻ സുരാലയം സ്വർഗത്തിലെത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ആ മരണം എന്ന് ആലോചിച്ച്, ആ മരണത്തിന്റെ ഇത്രയധികം പേര് കേട്ട, പ്രശസ്തി കേട്ട, പുകട്ടേറ്റ ദശരഥൻ ദേവാസുരത്തിൽ ദേവന്മാരെ പോയി ജയിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന ആ ദശരഥൻ അവസാനം എങ്ങനെ മരിക്കേണ്ടി വന്നു? തന്റെ കർമ്മം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുതന്നെ വരും. അതൊരു സത്യമാണല്ലേ? ആ സത്യം നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. അപ്പോ ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരാളോട് ഇല്ലായിരുന്നു. ആരാ? ഭരതനില്ലായിരുന്നു, സഹോദരൻ ശത്രുഘ്നനില്ലായിരുന്നു. ഭരതൻ എവിടെ പോയിരിക്കുകയായിരുന്നു? യുദ്ധാന്ത്യത്തിന്റെ അടുക്കലായിരുന്നു. തേകയെ രാജധാനിയിലേക്ക് വിളിച്ചിട്ട് അവിടെ പോയിരിക്കുകയായിരുന്നു, അമ്മാവിന്റെ അടുക്കൽ പോയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മക്കളായുമില്ല, സന്താന കർമ്മങ്ങളൊക്കെ നടത്തണം, അല്ലെ, സംസ്കാര കർമ്മങ്ങൾ നടത്തണം. ആളെ അയച്ചു, അസിസ്റ്റന്റിനും ആളെ അയച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ കാര്യങ്ങളല്ല, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അതേപോലെ ഭരതൻ ശത്രുഘ്നും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് എത്തി. ഇന്നത്തെ നമ്മുടെ ചോദ്യം, വനയാത്രയില് ശ്രീരാമചന്ദ്രദേവൻ ആദ്യം കണ്ടുമുട്ടിയത് ആരെയായിരുന്നു? ഇതാണ് ഇന്നത്തെ ചോദ്യം. വനയാത്രയിൽ ശ്രീരാമദേവൻ ആദ്യം കണ്ടുമുട്ടിയത് ആരെയായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.
അപ്പോൾ ആ സമയത്ത് മക്കളാരും ഇല്ല. ഇന്നാണെങ്കിലും അമേരിക്കയിൽ ഒരു മകൻ അമേരിക്കയിലും അല്ലെ, അടുത്ത മകൻ ജപ്പാനിലും, മറ്റേയാൾ സൗദിയിലുമാണ്. അതുകൊണ്ട് ഈ ഒരാഴ്ചത്തേക്ക് പറ്റുകയാണ് അവർക്ക് അവധി കിട്ടിയ അല്ലേ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബന്ധുക്കളൊക്കെ ചേർന്ന് സംസ്കാരം നടത്തുന്ന ഒരു അവസ്ഥയായി. അപ്പൊ നമ്മള് മൊബൈൽ മോർച്ചറി, അന്ന് ഈ മൊബൈൽ മോർച്ചറി വന്നിട്ടില്ലാത്തത് കൊണ്ട് എന്താ പറയുന്നത്, തൈലം അയദ്രോണി തന്നിലാക്കും തൈലത്തിന്റെ എണ്ണ, പ്രത്യേക തരത്തിലുള്ള ഔഷധ വീര്യങ്ങളൊക്കെ ചേർത്തുള്ള തൈലം എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് അതില് ഈ മൃതദേഹം സൂക്ഷിക്കുന്നൊരു സങ്കല്പം അന്നേയുണ്ട്. എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അല്ലെ, ഈ മോർച്ചറിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അന്നേയുണ്ട്. കാരണം എന്താ, മക്കളൊക്കെ ഇതിലേക്ക് എത്തണം, ഈ ഭരതൻ എത്തണം. അതിനുവേണ്ടി വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. ഭരതൻ അവിടെ നിന്ന് എത്തുകയാണ്. എന്താ പറയുന്നത്, ഭരതൻ അയോധ്യയിലേക്ക് വരുമ്പോ താൻ അമ്മാവിന്റെ വീട്ടിലേക്ക് പോയ സമയത്തുള്ള അയോധ്യയല്ല കാണുന്നത്. ആഹ്ലാദത്തിന്റെ അലകൾ ഉയർത്തുന്ന അയോധ്യയിൽ നിന്ന് ശ്മശാന ഭൂമി പോലെ. ഉത്സവങ്ങളില്ല, ആഘോഷങ്ങളില്ല, രാജപാതകൾ വിജനമായി കിടക്കുന്നു. എന്താണ് കാരണം? ശ്മശാന തുല്യമായി വിജനമായ പാതകളെ കണ്ടിട്ട് ഉറങ്ങിപ്പോയ രാജധാനിയെ കണ്ട് ദുഃഖിച്ചുകൊണ്ടാണ് ഭരതൻ കൊട്ടാരത്തിലേക്ക് വരുന്നത്. എന്തോ ഒരു ആപത്ത്, എന്താ ആപത്തെന്നറിയില്ല, എന്തോ ഒരു ആപത്ത് പെട്ടു എന്നുള്ളൊരു കാരണം ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. രാജകേഹം രാമലക്ഷ്മണവർദ്ധിതം തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ പത്യാ നമസ്കരിച്ചിടിനാരന്തിയെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് മുത്തായ കാടമാലിന്യവഴിയിൽ വെച്ചുത്തമാങ്ങേ മുഖർനാശു ചോദിച്ചത് വന്നു. വേറെ ആരെയും കണ്ടില്ല, രാമനെ കാണാനില്ല, ലക്ഷ്മണനെ സീതാദേവി ആരെയുമില്ല. കൈകേയി അമ്മ അവിടെ കത്തിരിപ്പുണ്ടായിരുന്നു. കണ്ടവരെ പറഞ്ഞു, എന്താ ചോദിച്ചത്? മൻകുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭാതൃ ജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലേ പകനി. എന്റെ വീട്ടിൽ പോയിട്ട്, എന്റെ തറവാട്ടിലേക്ക് പോയിട്ട് അവിടെ എല്ലാവർക്കും സുഖമല്ലേ? എന്റെ മാതാപിതാക്കൾക്ക് സുഖമല്ലേ? എന്റെ ആംഗളമാർക്ക് സുഖമല്ലേ? എന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ? ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുകയാണ് ആര്? കൈകേയി. അതിനുള്ള ഭരതന്റെ മറുപടി എന്താണ്? അത് പറയാണ്, ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു. മാതാവ് കൈകേയിയെ അവഗണിക്കുന്ന രീതിയിലാണ്. കാരണം ചോദിച്ചതിനൊന്നും മറുപടിയല്ല പറയുന്നത്. മുഴുവൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ആശങ്കയാണ്, അസ്വസ്ഥാചിത്തമാണ്. ആ അസ്വസ്ഥതയിൽ ചോദിക്കുകയാണ്, എന്റെ അച്ഛനെന്തേ? ഒരിക്കലും അമ്മയോടൊപ്പമല്ലാതെ അച്ഛനെ കണ്ടിട്ടില്ല. അതായത് അമ്മയുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനുണ്ട്. കാരണം എന്താ, കൗസല്യയുടെ കൊട്ടാരത്തിലല്ല ഇദ്ദേഹം കൈകേയിയെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അപ്പോ ഭരതന് ആദ്യത്തെ അനുഭവമാണ്. ദശരഥൻ കൈകേയി തന്റെ അമ്മയുടെ കൂടെ ദശരഥനില്ലാത്തത് ആദ്യാനുഭവമാണ്. അതുകൊണ്ട് താതൻ എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കും. താതനെ പണ്ട് കണ്ടിയിലൊരു നാളുമേ മാതാവിനോട് തിരിഞ്ഞു രഹസ്യ ഞാൻ ഇപ്പോൾ പകുതി വസിക്കുന്നത് ഉൾപൂവിലുണ്ടുമേ താപവും ഭീതി മൽപിതാവെന്ന് പറയുന്നത് കേട്ട് കൺപ്രിയമാശു കൈകേയി ചൊല്ലിനാൽ എൻ മകൻ എന്ത് ദുഃഖിപ്പാൻ അവകാശം. ചോദിച്ചപ്പോ മറുപടി പറയുക, എന്റെ മകന് അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനിവിടെ എന്തൊക്കെയാണ് അല്ലെ, വലിയ ലോട്ടറി, എല്ലാ ലോട്ടറിയാണ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് ഈ കൈകേയി മാതാവ് ഭരതനോട് സംസാരിക്കുന്നത്. പിന്നെയോ അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് വിശ്വമെല്ലാടവും കീർത്തി കലർത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ തൊൽപിതാവെന്ന് കേട്ടോ ഒരു ഭരതനും ചോണീതലേ ദുഃഖമിതനായി വീണുവിലാപം തുടങ്ങി ഞാനത്രയും സദ്ഗതി പ്രാപിച്ചു. അശ്വമേധയാഗങ്ങൾ പോലുള്ള വലിയ കർമ്മങ്ങൾ ചെയ്ത് അവസാനം സ്വർഗപ്രാപ്തിയിലെത്തില്ലേ? അതുപോലെ നിന്റെ അച്ഛൻ അപ്പോഴാണ് അറിയുന്നത് ഭരതൻ, നിന്റെ അച്ഛനും സ്വർഗപ്രാപ്തി നേടിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ പിന്നീട് ഭരതന്റെ വിലാപം എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഭരതൻ വിലപിക്കുക. ആ ഭ്രാതൃസ്നേഹം ശ്രീരാമചന്ദ്രനെ അല്ലെങ്കിൽ സീതാദേവിയൊക്കെ എങ്ങനെയായിരുന്നു കൈകേയിയുടെ പുത്രനായിട്ടും ഭരതൻ കണ്ടിരുന്നത് എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. പോയതുപോലെ എന്നെയും രാജകുമാരത്തെയും രാഘവൻ തങ്ങളുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞു പോയി കൊണ്ടുപിതാവേ ഗുണനിലയെ പുത്രൻ ഈ വണ്ണം ഇങ്ങനെ കരയുന്നത് കേട്ടിട്ടുടനെ കൈകേയി പറയാണ്, ആശ്വസിച്ചിടുകേണെങ്കിൽ ഫലം ഈശ്വരൻ കൽപ്പിതമെല്ലാം അറിയണി അഭ്യുദയം തിരിഞ്ഞ് ഞാൻ പറ എന്നുമെല്ലാമേ ലഭിച്ചതറിയണി. നീ ഇതിന് അച്ഛൻ പോകാനുള്ളത് പോയി, എന്നായാലും പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വെറുതെ ദുഃഖിച്ചിട്ടുണ്ടായി. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ രാജ്യത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ, രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഏതാനും മുൻപ് പറഞ്ഞതില്ല താതൻ മരിക്കുന്ന നേരത്തു മാതാവ്. ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ മരിക്കുന്ന സമയത്ത് അവസാന സമയത്ത് അച്ഛൻ
അച്ഛൻ എന്താ പറഞ്ഞത്, ആ സമയത്ത് എങ്ങനെയാണ് അത് ചോദിക്കുക കൈകേയി. അപ്പൊ കൈകേയി ഉടനെ ഇതിനെത്തിച്ചിരി വിഷം കലക്കിക്കൊണ്ട് സംസാരിക്കുക. ആ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുദേവി പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചിരുന്നത്. നീ ഒരു മകനുള്ളതായിട്ട് ദശരഥൻ ചിന്തിച്ചിട്ടേ ഇല്ല, ശത്രുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആകെ പറഞ്ഞത് രാമ രാമ ലക്ഷ്മണ സീത, ഇത് മാത്രമേ പറഞ്ഞത്. നിന്റെ അച്ഛൻ നിന്നോടുള്ള വില മനസ്സിലായി എന്ന് ചോദിക്കാത്ത രൂപത്തിൽ ഇതാണ് വിഷം കലക്കിയിട്ട് കൈകേയി പറഞ്ഞത്. പക്ഷെ അവിടെ വീണില്ല, ഭരതൻ അവിടെ വീണില്ല. കാരണം എന്താ? പാതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും മരികത്തില്ല. അപ്പോ ഭരതൻ സംശയം. അതുകൊണ്ട് അതാണ് രാമ സീതയെ എന്നൊക്കെ വിളിക്കാക്കാനുള്ള ആ സമയത്ത് ആരും ഇല്ലായിരുന്നു, അവരാരും ഇല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. നിഷ്കളങ്കനായ ഭരതന്റെ ചോദ്യമാണ്. അപ്പൊ പറയാണ്, മന്നവൻ രാമൻ അഭിഷേകമാലിന്റെ സന്നദ്ധനായത് കണ്ടു നേരത്ത് ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കിയ വലിയ കാര്യമായിട്ട് പറയാം. നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത് അറിയിട്ടില്ലേ, നിനക്ക് വേണ്ടി ഞാൻ രാമന്റെ അഭിഷേകം മുടക്കി എന്ന് അഭിമാനത്തോടെ വാത്സല്യത്തോടെ പറയുകയാണ്. എന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടുപരം മമ തന്നു തപപിത. ആ കഥ പറയാം, നമുക്കെല്ലാവർക്കും അറിയാം കഥ. അത് പറയുകയാണ്. ഇപ്പോഴാണ് ഭരതനത് അറിയുന്നത്. ആ കഥ പറഞ്ഞു. അതുകൊണ്ട് എന്താണ് ഇപ്പം രാമരാമേരി ദേവാലയം അവിടെ ദേവന്റെ സ്വർഗ്ഗലോകത്തിലെത്തി, നിന്റെ പിതാവിനെ കുറിച്ച് ചിന്തിക്കുകയുണ്ട് എന്ന് മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു വീഴുകയാണ് ഭരതൻ. മോഹം കലർന്ന നേരത്തു കൈകേയി ആനന്ദ ശോകത്തിന് എന്തൊരു കാരണം, രാജ്യം നിനക്ക് സമ്പുത്രമായി വന്നിത് പൂജ്യനായി വാഴുക ചാവല്യങ്ങൾ. നീ എല്ലാവരായും പൂജിക്കപ്പെടുന്നവനായി രാജാവായി വാഴുക. നീ എന്തിനൂടെ ഇങ്ങനെ തളരുന്ന എന്തിനാ? എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ക്രോധാതി തന്നിൽ ദഹിച്ചു പോമങ്ങയൻ അതിപൂട്ടിടിനാർ കണ്ടു. ക്രോധം കൊണ്ട് നേരത്തെ നമ്മൾ ലക്ഷ്മണനെ കണ്ടു. നീ അച്ഛനെ പിടിച്ചു കെട്ടി കാലാഗ്രഹത്തിലാക്കിയിട്ട് എന്റെ സഹോദരനെ എന്ത് ചെയ്യും? രാമനെ ഞാൻ അഭിഷേകം നടത്തുമെന്ന് പറയുന്ന ലക്ഷ്മണനെ പ്രഖ്യാപിച്ച് നമ്മൾ കേട്ടു. ഇവിടെ ഭരതൻ എന്താ പറയുന്നത്? വളരെ മനോഹരമായിട്ട് ഭരതൻ പറയുക. മനോഹരമാണോ? കഠിനത്തോടെ പറയാണ്. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദേ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേതൊരു പുണ്യമില്ലാതെ മഹാഭാവിനെ നിന്റെ ഗർഭത്തിൽ എനിക്ക് പിറക്കേണ്ടി വന്നല്ലോ ഈശ്വര എന്ന് പറഞ്ഞാൽ പറയാനുള്ളതെല്ലാം അല്ലെ അമ്മയെ ഇങ്ങനെ പറയാൻ പറ്റുമോ? പറയാനുള്ളതെല്ലാം. കാരണം ആ ഭരതന്റെ മനസ്സ്, ആ നിഷ്കളങ്ക മനസ്സില് എത്ര വിഷബുദ്ധി കൊടുത്തിട്ടും ഭരതൻ മാറിയില്ല. ഭരതൻ സത്യമായിട്ട് ഭരതൻ പറയാം, നീ ഇത്രമാത്രം എന്താ നിർദ്ദയായി പോയല്ലോ, ദുഷ്ടയായല്ലോ, ദുരാവൃത്തയായല്ലോ എന്നൊക്കെ പറയുകയാണ് വാൽമീകി. അപ്പൊ അതിന് അടുത്ത വരികള്, പത്നിയിൽ വീണു മരിപ്പനല്ലായെങ്കിലും കാളകൂടം കുടിച്ചീടുവനല്ലായെങ്കിൽ വാണെടുത്താശു കഴുത്തത് തീടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചീടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഇവിടെ രാജ്യം കഴിയാൻ വെച്ചിരിക്കുക ഭരതനെ ഭരിക്കാൻ വേണ്ടി. ആ ഭരതൻ പറയുകയാണ്, വാടുകൊണ്ട് ഞാനിപ്പോ തന്നെ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടും. തനിക്കിതൊന്നും ആ രാമന്റെ ആ ഒരു മനസ്സോടുകൂടി തന്നെയാണ് ഭരതനിലൂടെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇത്തരം മാതരം വർഷിച്ചു. മാതാവിനെ പറയാനുള്ളതെല്ലാം പറഞ്ഞു ദുഃഖിച്ച് സത്യനം ചെന്നു കൗസല്യാഗ്രഹം. അപ്പോഴാണ് കൗസല്യെ കുറിച്ച് സ്വാഭാവികമായിട്ട് ഓർക്കുന്നത്. കൗസല്യ ഗ്രഹത്തിലേക്ക് ഭരതൻ ഓടിയെത്തി. മാതാവ് കൗസല്യയും പുലർന്നേടി ഞാൻ കണ്ണുനീരോടും വെളിഞ്ഞാൽ ദീനയായി ഭിന്നയായ ഒരു കൗസല്യം ചൊല്ലിയേടി ഞാൻ കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിരുന്നത് ദൂരത്തകപ്പെട്ട കാര്യങ്ങൾ. ശ്രീരാമനും അഞ്ചാലനും സീതയും, ശ്രീരാമനും അഞ്ചാലനും, ശ്രീരാമനും ലക്ഷ്മണനും സീതയും ശ്രീരാമര ജടാധാരികളായി. ആ കഥയൊന്നും ഭരതൻ അറിയത്തില്ല. അവർക്ക് മലവരി കൊടുത്ത് തന്റെ അമ്മ അവർക്ക് മലവരി കൊടുത്താണ് അനുഗ്രഹിച്ചു വിട്ടത്. 14 വർഷം ഇതൊന്നും ഭരതൻ അറിയില്ലല്ലോ. അപ്പൊ അതൊക്കെ പറയുകയാണ്. എന്നിട്ട് കരയുകയാണ്. ആര്? കൗസല്യദേവി. ആ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ ഭവാൻ മമ നന്ദനായി വന്നു യാതനായി ഞാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ തെരിഞ്ഞൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിവിധമാം തുലവും. എനിക്ക് ദുഃഖം കാണാൻ പറ്റുന്നില്ല. മകൻ ഇങ്ങനെ ഈശ്വരനായിട്ട് പിറന്നു അല്ലെ. ആദ്യം ആ അവതാരത്തിന്റെ രൂപം കാട്ടിക്കൊടുത്തായിരുന്നു. മഹാവിഷ്ണുവിന്റെ രൂപം ആദ്യം കാട്ടിക്കൊടുത്തു കൗസല്യക്ക് മാത്രം. യശോദാമയ്ക്ക് എങ്ങനെയാണോ ഭാഗവന്ന് 7-14 കണ്ണം കാട്ടിക്കൊടുത്തത് എന്ന് പറയുന്ന പോലെ. കാരണം അതാണ് അമ്മ. അപ്പൊ ഇവിടെ പറയുകയാണ്, നമസ്കരിച്ചിട്ട് ഭരതനപ്പം കൗസല്യയെ നമസ്കരിച്ചു. എന്നിട്ട് പറയാം, ആതുരമാനസയാകായതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേയിയാകിയ മാതാവ്. മാതാവേ കൗസല്യ മാതാവേ, എന്റെ അമ്മയുണ്ട് ആ കൈകേയി, അവരാണ് ഇത് മുഴുവൻ കാണിച്ചത് എന്ന് പറയുകയാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്, ഞാൻ അറിഞ്ഞത്രേ
ബ്രഹ്മഹത്യാശതജാതമാ അമ്മേ വിളിക്കുന്നതുണ്ട് ഞാൻ നിർണയം. നേരത്തെ പറഞ്ഞു ബ്രഹ്മഹത്യാഭാവം ഏറ്റവും വലിയ പാപമായിട്ടായിരുന്നു. അങ്ങനെ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ബ്രഹ്മഹത്യാഭാവം ചെയ്തതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ബ്രഹ്മജനം അടുത്ത ഒന്നുകൂടി വിശദീകരിക്കും. കൗസല്യാദേവിക്ക് എന്ത് വരണം? വിശ്വാസം വരണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ ആഗ്രഹം അനുസരിച്ചല്ല കൈകേയി അമ്മ അത് ചെയ്തത് എന്നുള്ള കാര്യം കൗസല്യാദേവിയെ ബോധ്യപ്പെടുത്താൻ, കൗസല്യക്ക് അറിയാം, എന്നാലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ ഭരതൻ പറയുകയാണ്. എന്താ പറയുന്നത്? ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയെയും, ബ്രഹ്മാത്മജൻ ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള നമ്മുടെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയെയും അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള അല്ലെ ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയെയും ധർമ്മദാനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്നിയായ അരുന്ധതി ദേവിയെയും അധ്യയനം നിഗ്രഹിച്ചാലുള്ള വാളുകൊണ്ട് അവരെ ഇതുവരെയും വെട്ടി കൊലപ്പെടുത്തിയ എന്ത് ശിക്ഷയാണ് കിട്ടുന്നത്? ആ ശിക്ഷ ഞാൻ അനുഭവിച്ചു കൊള്ളാം എന്നാ പറയാം. എത്രമാത്രം ഉയർന്ന ശിക്ഷയാണത്. ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിരിഞ്ഞ ദുഃഖം കലർന്നു വരലും കേഴുന്ന നേരം ജനനിയും ചൊല്ലിന ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോ കൗസല്യാദേവി പറഞ്ഞു, നിന്റെ ദോഷം കൊണ്ടല്ല ഇത് സംഭവിച്ചത് അല്ലെ. ഒരു കുളിർമഴ പോലെ ഭരതന് ആ വാക്കുകൾ സ്വീകരിച്ചു. എന്നിട്ട് ശരിക്കും പറഞ്ഞാല് ആലിംഗനം ചെയ്തു. തന്റെ രാമനെ എങ്ങനെയാണോ ആലിംഗനം ചെയ്തത് അതുപോലെ ആലിംഗനം ചെയ്തു. ഈ സമയത്ത് കണ്ടവരൊക്കെ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം ദുഃഖത്തില്ല. ഇത് കണ്ടവരെ വാവിട്ട് നിലവിളിക്കുക. കണ്ടവരൊക്കെ വാവിട്ട് കലഞ്ഞു തുടങ്ങിയാൽ മക്കളെ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോട് അൻപോടെഴുന്നള്ളി സന്താപമോട് തൊഴുതു വരനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതിമണി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനീവാൻ. ഈ ദശരഥൻ എന്ന് പറഞ്ഞാൽ സംസാരക്കാരനല്ല. ദശരഥൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ. അദ്ദേഹം ഒരുപാട് കർമ്മങ്ങളൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അല്ലെ നേരത്തെ ദേവേന്ദ്രന്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിന് സ്വർഗത്തിൽ അവിടെ എത്തിയിട്ട് ഏറലോകത്തെത്തിയിട്ട് അവരെ സഹായിക്കാൻ പറ്റി, അസുരന്മാരെ തോൽപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നത്. അവിടെ ഇന്ദ്രന്റെ പകുതി ആസനം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യം വസിഷ്ഠ മഹർഷി ഏത് സമയത്താണോ ആർക്കാണോ ജ്ഞാനം വേണ്ടത് ആ സമയത്ത് വന്ന് ജ്ഞാനം നൽകുന്നതിന്റെ പേരാണ് ഗുരു. അങ്ങനെയുള്ള വസിഷ്ഠ മഹർഷി ഇത് ബോധ്യപ്പെടുത്തിയ എല്ലാം ഇതൊക്കെ കേൾക്കുന്നു. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഈ കൗസല്യാദേവി അതോടൊപ്പം തന്നെ വിഷമിച്ചിരിക്കുന്ന ഭരതനൊക്കെ കേൾക്കാൻ വേണ്ടി പറയുക. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളി ചേരത്തളർന്നു മോഹിച്ചു വീഴുവോ നിസ്സാരം എത്രയും സംസാരമോർക്കിലോ സത്സംഗം ഒന്നേ ശുഭകരമായ ഒരു സത്സംഗം. സത്യമായതിനെ കുറിച്ച് പറയുന്ന സജ്ജനങ്ങളുടെ കൂട്ടമുണ്ടല്ലോ, അതാണ് ശരിക്കും, അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ മോഹിച്ചിട്ട് കാര്യം. അച്ഛൻ മരിച്ചാലും മകൻ മരിച്ചാലും എന്നാണെങ്കിലും മരിക്കും. നാളെ 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞു മരിച്ചേ പറ്റുള്ളൂ. അതിലും ആർത്തരച്ച് നിലവിളിക്കുന്നവരെ കൂട്ടന്മാരാണ്. അവർക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ കഴിയുന്നത്. ഇനിയോ ജന്മമുണ്ടായി മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. നമ്മൾ ജനിച്ചു, അതുകൊണ്ട് നമുക്ക് എത്തിയേ വരും, മരിച്ചേ വരും. മരിക്കുന്നത് കൊണ്ട് തന്നെ ജനിച്ചു പുനർജന്മം. അപ്പൊ ഈ ജനന മരണ ചക്രം അതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് അംബിത പത്രാഗ്രലഗ്നാമ്പുബിന്ദുവിൽ സംവദിച്ചിടുമായി സനിനശ്വരം. ഈ ഒരു മരത്തിന്റെ ഒരു ആലിലയുടെ ആ തുമ്പിൽ അഗ്രത്തിൽ വന്നിരിക്കുന്ന ഒരു ജലത്തുള്ളി, ഒരു മഴത്തുള്ളി. ആ മഴത്തുള്ളി ഏത് നിമിഷമാണ് അത് താഴേക്ക് വീഴുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഒരു കിളിയുടെ ചിറകടി ശബ്ദം ഉണ്ടായാൽ മതി, ചിലപ്പോൾ ആ മഴത്തുണ്ടാകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആയുസ്. അത്രമാത്രം നിസ്സാരമാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം ദേവേന നഷ്ടമാം ആയുസ് വർഗതീന്ന് ലക്ഷ്മണോപദേശത്തില് ശ്രീരാമചന്ദ്രദേവൻ പറഞ്ഞു. അതുതന്നെ ഇവിടെ വസിഷ്ഠൻ പറയുകയാണ്. പ്രാപ്തമാം ദേഹിക്കുദേഹം പുനരവി ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളും. ആത്മാവിന് ഈ ശരീരമാകുന്ന വസ്ത്രം പഴയതാകുമ്പോൾ ഇല്ലേ, പഴയ വസ്ത്രം നമ്മൾ ഇതിന്റെ പഴയ വസ്ത്രം ഇതെല്ലാം ഇങ്ങനെ അടുക്കി വയ്ക്കുമോ? ഇല്ല, അതൊക്കെ പല രീതിയിൽ നശിച്ചു. എന്ന് പറയുന്നത് പോലെ ഇത് ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രത്തിന് വേണ്ടി ശ്രമിക്കുമെന്നാണ് പറയുക. അങ്ങനെ ഏതായാലും നമ്മള് അവസാനം ഈ വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ അവർക്കെല്ലാം വേദനിച്ചിരുന്നവർ, പ്രകാരത്തിൽ വേദനിച്ചിരുന്നവർക്കെല്ലാം ഒരു കുളിർമഴ പോലെ തോന്നി. ആ തത്വശാസ്ത്രം, ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പ്രസക്തിയെ കുറിച്ച്, സത്സംഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്തൊക്കെയും കാര്യം സത്സംഗം ഉണ്ടാവണം, ആത്മീയത ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ് വസിഷ്ഠ മഹർഷി നൽകിയത്. ഗുരുവിനെ തിരിച്ചറിയാത്തവർ ഗുരുവിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെ ഗുരു എന്താണ്?
വഴികാട്ടിയാണ്. ആ വഴികാട്ടിയായി, യഥാർത്ഥ വഴികാട്ടിയായി മുന്നേ നടക്കുന്ന വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്കെല്ലാം ആശ്വാസമുണ്ടായി. അത് നമുക്കും ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. ഈ 2025-ലും എത്രയോ നൂറ്റാണ്ട്, എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു പറയുന്ന 400 വർഷത്തിലേറെ, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ രാമായണം, അതിനു മുമ്പ് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായ രാമായണം ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നു, ജീവിതത്തിലെ നന്മകളെ കുറിച്ച് പറയുന്നുള്ളതാണ്. അതായത് ഇന്ന് 8-ാം ദിവസത്തില് നമുക്കിവിടെ എത്താൻ കഴിയും, പൂർണ്ണമാക്കാൻ 8-ാം ദിവസത്തിലെ പാരായണം പൂർണ്ണമാക്കാൻ കഴിയും. ആ അമ്മയുടെ കൃപാലയിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു.